Okay. Assalamu alaikum warahmatullah. This call is now being recorded. Assalamu alaikum warahmatullah. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alamin. Assalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in. Amma ba'd. ഏറ്റവും ബഹുമാനം നിറഞ്ഞ കേട്ടറ്റിന്റെ പഠിതാക്കളെ, കൂടുതൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് നീട്ടുന്നില്ല. നമ്മുടെ എക്സാം നമ്മുടെ പടിവാതിൽക്കൽ നിൽക്കാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ് ഞാൻ ഇപ്പോൾ ഈ ക്രാഷ് കോഴ്സിൽ രണ്ടാമത്തെ ക്ലാസ്സാണ്. ആദ്യം ഇസ്ലാമിക് ലിറ്ററേച്ചർ എന്ന് എടുത്തിരുന്നത്. അത് നമുക്ക് ഓൾറെഡി ഏകദേശം അന്നെടുത്ത ക്ലാസ്സിന്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ മദ്രസയിലും മറ്റൊക്കെ നമ്മൾ പഠിച്ച വിഷയങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യുക എന്ന രൂപത്തിലായിരുന്നു ക്ലാസ് മുന്നോട്ട് പോയത്. അതുകൊണ്ട് നമ്മൾ വളരെ സ്പീഡിൽ അന്ന് ക്ലാസ് പോയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻഷാല്ലാ നമ്മുടെ എക്സാമിന് എന്തായാലും ചോദ്യം ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നല്ല, നമുക്ക് ഉറപ്പിക്കാവുന്ന ബലാഗയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇൻഷാല്ലാ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഏതൊരു എക്സാം പേപ്പർ ഇപ്പൊ ഈ കഴിഞ്ഞ ഇന്നലെ നടന്ന നെറ്റ് എക്സാമിൽ വരെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത്രക്കും എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും നമ്മൾ വളരെയധികം അറിഞ്ഞിരിക്കേണ്ട നഹ്വ് പോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബലാഗയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ഇൽമുൽ ബദീഅ നമുക്കറിയാം. ഇൽമുൽ ബദീഅ എന്ന് പറഞ്ഞാല് നമ്മുടെ സാഹിത്യത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ചില ലഫ്ലി ആയിട്ട് അല്ലെങ്കിൽ മഅനവി ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ജുംല നമ്മൾ എന്ത് ചെയ്യുക, ഭംഗി കൂട്ടുക, അല്ലെ? അതാണ് ബദീഅ എന്ന് പറഞ്ഞാല്. നമ്മൾ മുഹസ്സനാത്തുൽ ലഫ്ലിയ അതുപോലെ മുഹസ്സനാത്തുൽ മഅനവിയ എന്നൊക്കെ പിന്നെ നമുക്ക് രണ്ടൊരു കാറ്റഗറി ആക്കിയിട്ട് തിരിക്കാൻ പറ്റും. ഇത്തരത്തില് എല്ലാ പേപ്പർ എടുത്ത് നിങ്ങൾ PYക്ക് നോക്കിയാലും ഇൽമുൽ ബദീഅയിൽ നിന്ന് ഒന്നുകിൽ മുഹസ്സനാത്തുൽ ലഫ്ലിയ അല്ലെങ്കിൽ മുഹസ്സനാത്തുൽ മഅനവിയ, ഈ രണ്ട് ഭാഗത്തു നിന്ന് ഒരു ചോദ്യം അല്ല നമുക്കൊരു പേപ്പറും കാണാൻ കഴിയില്ല. അപ്പൊ അത്രക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ക്രാഷ് കോഴ്സ് ആയതാണ് നമുക്ക് ചില ഭാഗങ്ങൾ പെട്ടെന്ന് സ്പീഡാക്കി പോകേണ്ടി വരും. കാരണം കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ കവർ ചെയ്യണമെന്നാണല്ലോ നമ്മളെ ഇതിന്റെ ഉദ്ദേശം. അപ്പൊ കൂടുതൽ പിന്നെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ചോദിക്കാവുന്നതാണ്. അജു സാറുമായിട്ട് ചോദിച്ചാൽ മതി. സാറ് പിന്നെ ഡിസ്കസ് ചെയ്ത് പിന്നെ ഇൻഷാല്ലാ അതിന്റെ മറുപടി തരുന്നതാണ്. ഓക്കെ, ഇതിലൂടെ നമ്മൾ കുറെ PYQ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ആ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസേ ഇതിലുണ്ടാവുള്ളൂ ഇൻഷാല്ലാ. അത് ഞാൻ ജസ്റ്റ് ഒരു PYQ ചോദിക്കാണ്. അൽ ഇൽമുല്ലദി യുബ്ഹസു ഫീ തഹ്സീനിൽ കലാമിൽ ലഫ്ദി വൽ മഅനവി അറഫൽ ഉലമാഉ ഹക്കദ. അതായത് ഇത് ഒരു ഇൽമാണ്. അല്ലദി യുബ്ഹസു ഫീ തഹ്സീനിൽ കലാമിൽ ലഫ്ദി വൽ മഅനവി. അതായത് ഒരു കലാമ് നമ്മൾ എന്ത് ചെയ്യുക, തഹ്സീൻ ചെയ്യുക, അല്ലെ, നന്നാക്കുക അല്ലെങ്കിൽ ഭംഗി കൂട്ടുക. അത് ലഫ്ലി ആയിട്ടും മഅനവി ആയിട്ടും ഒരു കലാമ് തഹ്സീൻ ചെയ്യുന്ന, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ഇൽമ്. ഇത് പണ്ഡിതന്മാര് ഏത് ഇൽമിനാണ് ഈ താരീഫ് കൊടുത്തതെന്നാണ്. ഇൽമുൽ അറൂദ്, ഇൽമുൽ ബദീഅ, ഇൽമുൽ ബയാന്, ഇൽമുൽ മആനി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ബലാഗ പഠിക്കുമ്പോൾ നിങ്ങളോട് ഒന്നുകൂടെ പറയാനുള്ളത്, ഈ ഇൽമുൽ ബദീ എന്താണ്, ഇൽമുൽ ബയാൻ എന്താണ്, ഇൽമുൽ മആനി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഐഡിയ ഉണ്ടായിരിക്കണം. കാരണം ഇതിന്റെ താരീഫ് ചോദിക്കാറുണ്ട്. പല ആൾക്കാർക്കും ഇൽമുൽ ബയാൻ എന്താണ്, ഇൽമുൽ മആനി എന്താണ്, ഇപ്പോഴും നിങ്ങൾ സ്വന്തം ചോദിച്ചു നോക്കിയാൽ മതി. നിങ്ങൾ സ്വന്തം ഒന്ന് ചോദിച്ചാല് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും. ബയാനിൽ താരീഫും മആനിന്റെ താരീഫും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് മാറാത്ത രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷനോ എന്തെങ്കിലുമൊക്കെ ഒരു പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ രൂപത്തിൽ എന്ത് ചെയ്യണം, കണക്ട് ചെയ്തിട്ട് പരസ്പരം മൂന്നും എന്ത് ചെയ്യണം, സെപ്പറേറ്റ് പഠിച്ചിരിക്കണം. മൂന്നും എന്താണെന്നുള്ളത് നമുക്കറിയാം. ഈ ഇൽമുൽ ബദീഇന്റെ താരീഫാണ് എന്ത്, അൽ ഇൽമുല്ലദി യുബ്ഹസു ഫീ തഹ്സീനിൽ കലാമിൽ ലഫ്ലി വൽ മഅനവി. അതായത് മുഹസ്സനാത്തുൽ ലഫ്ലിയ, മുഹസ്സനാത്തുൽ മഅനവിയ എന്നിവ കൊണ്ട് ഒരു കലാമ് ഭംഗി കൂട്ടുന്ന ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഇൽമിനാണ് നമ്മൾ ഇൽമുൽ ബദീഅ എന്ന് പറയുന്നത്.
ഞാൻ ഈ ഉൾപ്പെടുത്തിയ ചോദ്യം ഒരു PYക്ക് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ ഇൽമും എന്താണെന്നുള്ള താരീഫ് നമ്മൾ അറിഞ്ഞിരിക്കല് വളരെ പ്രധാനമാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ്. പിന്നെ നിങ്ങൾ കഴിയുന്ന ആളുകളൊന്ന് വോയിസിൽ വരികയാണെങ്കിൽ, കാരണം ഞാൻ സ്ക്രീൻ ഓൺ ആക്കിയോണ്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യണത് അറിയാൻ കഴിയില്ല. അപ്പോൾ കഴിയുന്ന ആളുകൾ ഒന്ന് വോയിസിൽ വരികയാണെങ്കിൽ നന്നാവും. ഓക്കെ, എല്ലാവരും കൂടി വോയിസ് ഓൺ ആക്കണ്ട, ഒന്ന് രണ്ട് ആളുകൾ വോയിസിൽ വന്നാൽ മതി. ഓക്കെ, നമ്മുടെ ചോദ്യം ഇതാണ്. ഐയത്തശാബഹൽ ലഫ്ളാനി, രണ്ട് ലഫ്ളുകൾ എന്താവുക? മുത്തശാബിയാവുക. മുത്തശാബിഹ് എന്ന് പറഞ്ഞാല് നമ്മൾ സാദൃശ്യമാവുക. എങ്ങനെ? ഈ നൗഇൽ ഹുറൂഫി വ അദദിഹ വ ശക്ലിഹ വ തർതീബിഹ, അതായത് ഹർഫുകളുടെ നൗഇലും. സാർ ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? വേറൊരു സംസാരം വരുന്നുണ്ട്, അതൊന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ, ആൻസർ പറയാൻ മാത്രം നിങ്ങൾ അൺമ്യൂട്ട് ആക്കിയാൽ മതി, പിന്നെ മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇത് അതായത് നൗഉൽ ഹുറൂഫ്, അത് നൗഉൽ ഹുറൂഫ് എന്ന് പറഞ്ഞാല് പിന്നെ ഇൻഷാല്ലാ നമ്മള് ജിനാസ് പറയുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യും, അത് പറയും. ഓക്കെ, നൗഉൽ ഹുറൂഫിലും അതുപോലെ അദദുൽ ഹുറൂഫ് ഹർഫുകളുടെ എണ്ണത്തിലും വശക്കിലിഹ അതിന്റെ ഹറക്കത്തിലും വ തർത്തീബിഹ അതിന്റെ തെർത്തീബിലും അതിന്റെ ഓർഡറിലും ഈ 4 രൂപത്തിലും രണ്ട് ലഫ്ളുകൾ മുത്തശാബിഹായിട്ട് വരിക. അതായത് ഈ 4 രൂപത്തിലും രണ്ട് ലഫ്ളുകൾ എന്താണ്? സാദൃശ്യമാണെങ്കിൽ. അതുപോലെ തന്നെ യഖ്തലിഫാനി ഫിൽ മഅന, അതിന്റെ അർത്ഥത്തിൽ എന്തുണ്ടാവും? വ്യത്യാസപ്പെടും. ഇങ്ങനെ ലഫ്ദിൽ യോജിക്കുകയും അല്ലെങ്കിൽ നുത്തുക്കിൽ യോജിക്കുകയും മഅനയിൽ വ്യത്യാസപ്പെടുന്നതിനാണ് നമ്മൾ ജിനാസ് എന്ന് പറയുന്നത്. അതിൽ ജിനാസിൽ തന്നെ ജിനാസ് താം ഉണ്ട്, ജിനാസ് വൈറ് താം ഉണ്ട്. ഇൻഷാല്ലാ അത് നമ്മൾ ജിനാസിനോട് ചർച്ച ചെയ്യും. ഇത് ജസ്റ്റ് ഒരു PYക്ക് ഉൾപ്പെടുത്തിയുള്ളൂ. ഓക്കെ, നിങ്ങൾ പറഞ്ഞു തന്നെയാണ്, ജിനാസു താം ആണ്. ഇനി എന്താണ് ജിനാസ് താം, എന്താണ് ജിനാസ് വൈറ് താം എന്നുള്ളത് ഇൻഷാല്ലാ നമ്മള് മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യോ? അതിലോ തറവാടിന്റെ അവിടെ ഒരു ഹിന്ദു പെണ്ണ് ചന്ദ്രച്ചി അവിടൊക്കെ എപ്പോഴും ഓക്കെ, നമുക്കറിയാം ഇൽമുൽ ബലാഗ എന്ന് പറഞ്ഞാല്, എന്റെ വോയിസ് ഓക്കെ അല്ലേ ഇപ്പോ? ഹലോ, ഓക്കെ. ഇൽമുൽ ബലാഗ നമുക്കറിയാം 3 ടൈപ്പ് ഉണ്ട്. ഇൽമുൽ ബയാന്, ഇൽമുൽ മആനി, ഇൽമുൽ ബദീ. ഇത് എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് നിങ്ങൾക്ക് പഠിച്ചതാണ്, ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് അതിന്റെ താരീഫ് മാത്രം ഒന്ന് പറയുന്നുള്ളൂ. ഓക്കെ, നമുക്കറിയാം ഇൽമുൽ ബയാനി എന്ന് പറഞ്ഞാല് ഉസൂലുൻ വ ഖവാഇദുൻ, അത് ചില അസ്ലുകളാണ്, ചില കായിദകളാണ്. യുഅറഫു ബിഹ ആ ഉസൂലുകളെ കൊണ്ടും ആ കായിദകളെ കൊണ്ടൊക്കെ അറിയപ്പെടും എന്ത്? ഈറാദുൽ മഅന ബിതുറുക്കിൻ മുതഅദ്ദിദ, അതായത് ധാരാളം വ്യത്യസ്തമായിട്ടുള്ള മുതഅദ്ദിദ എണ്ണമറ്റതായിട്ടുള്ള വഴികൾ, തുറുക്ക് ത്വരീഖിന്റെ ജമ്മ്, വഴികളിലൂടെ ഒരു ആശയത്തെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഒരാശയത്തെ നമുക്ക് പിന്നെ മറ്റൊരാളിലേക്ക് കൈമാറുന്ന അതിന്റെ ചില ഉസൂലുകളും കായിദകളും ചർച്ച ചെയ്യുന്ന ഇൽമിനാണ് നമ്മൾ ഇൽമുൽ ബയാൻ എന്ന് പറയുന്നത്. താരിഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ ചർച്ച ചെയ്യുന്നത് തശ്ബീഹ്, അതുപോലെ മജാസ്. മജാസിനെ പല രൂപത്തിൽ, തശ്ബീഹ് പല രൂപത്തിലുണ്ട്, പിന്നെ കിനായത്ത്, അങ്ങനെയുള്ള ചർച്ചകളാണ് നമ്മൾ ഇൽമുൽ ബയാനിൽ വരുന്നത്. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ ക്ലാസ് കേട്ടിട്ടുണ്ടാവും, ജാബിർ സാറിന്റെ ക്ലാസ്സിൽ വന്നിട്ടുണ്ടാവും. അത് ജസ്റ്റ് നിങ്ങൾ ഓർമ്മയിലേക്ക് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി നോട്ടിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. ഓക്കെ, അതുപോലെ ഇൽമുൽ മആനി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൽമുൽ മആനി എന്ന് പറഞ്ഞാൽ ഇൽമുൻ, അതൊരു ഇൽമാണ്, യുബഹസു ഫീഹി അതിൽ ചർച്ച ചെയ്യപ്പെടും, അൻ അഹ്വാൽ അത് ചില അഹ്വാല് ഹാല് അവസ്ഥകളെ കുറിച്ച്, അല്ലത്തി യുതാബികുൽ കലാമു ബിഹ മുഖ്തദൽ ഹാല്, അതായത് ഒരു കലാം ഒരാളുടെ സംസാരം മുഖ്തദൽ ഹാലിനോട് യോജിക്കുന്ന അങ്ങനത്തെ അഹ്വാലുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഇൽമിനാണ് നമ്മൾ ഇൽമുൽ മആനി എന്നും പറയുന്നത്. അതും നമുക്ക് ക്ലാസ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതാണ് ഇൽമുൽ ബദീ ആണ്. ഇൽമുൽ ബദീ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആ PYക്ക് കണ്ട തന്നെയാണ്. ഇൽമുൻ അതൊരു ഇൽമാണ്, യുബഹസു ഫീഹി അതിൽ ചർച്ച ചെയ്യപ്പെടും, അൻ വുജൂഹി തഹ്സീനിൽ കലാമി
ഒരു കലാമ് ഭംഗിയാക്കുക, നന്നാക്കുന്നതിന്റെ കുറെ വജ്ഹുകളെ ചർച്ച ചെയ്യും. എങ്ങനെയാണ് നന്നാക്കുക? ബിൽ മുഹസനാത്തുൽ ലഫ്ദിയ, മുഹസനാത്തുൽ ലഫ്ദിയ കൊണ്ടും വൽ മഅനവിയ, മുഹസനാത്തുൽ മഅനവിയ കൊണ്ടും. ഓക്കെ, ഇനി ഈ ഇൽമുൽ ബദി പഠിക്കുമ്പോൾ ഇതിൽ ഫോക്കസ് ചെയ്യേണ്ട ഭാഗം ഞാൻ ആദ്യം ഒന്ന് പറയാം. ഒന്ന്, മുഹസനാത്തുൽ ലഫ്ദിയയിലുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്, മുഹസനാത്തുൽ മഅനവിയുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്, അത് ചോദിക്കാറുണ്ട്. ഒന്ന്. രണ്ടാമത്തത് ഓരോ കാര്യത്തിന്റെ താരീഫ്. ജിനാസ് എന്താണ്, തിബാക്ക് എന്താണ്, മുക്കാബൽ എന്താണ്, ഇക്തിബാസ് എന്താണ്, താരീഫ് അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ നമുക്ക് മൂന്നാമത് വരുന്നതാണ് ഉദാഹരണങ്ങൾ കൊടുത്തിട്ട് നമുക്ക് ഇത് ഏതിനുള്ള ഉദാഹരണമാണ്. ഈ 3 ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാവുള്ളൂ. ഒന്ന്, മുഹസനാത്തുൽ ലഫ്ലിയ ഏതാണ്, മുഹസനാത്തുൽ മഅനവി ഏതാണ് അറിഞ്ഞിരിക്കുക. 2, പിന്നെ അതിന്റെ താരീഫുകൾ അറിഞ്ഞിരിക്കുക. മൂന്നാമത്തേത് ഇതിന്റെ ഉദാഹരണങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോ ഒന്നാമത്തെയും രണ്ടാമത്തെയും കാര്യം ഈ ക്ലാസ് കഴിയുന്നതോടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കില്ല ചിലപ്പോൾ ഉദാഹരണങ്ങൾ വരിക. അപ്പൊ ഉദാഹരണങ്ങൾ കിട്ടാൻ ഏറ്റവും ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ബലാത്തുൽ വാലിഹ എന്നൊരു കിതാബ് ഉണ്ട്, നിങ്ങൾക്ക് അതിന്റെ PDF ഒക്കെ അവൈലബിൾ ആണ്. അപ്പോ അതിന്റെ മലയാള സഹിതമുള്ള ഒരു പിന്നെ PDF ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പിന്നെ മെസ്സേജ് അയച്ചാൽ ഞാൻ എന്ത് ചെയ്യാം, അയച്ചുതരാം. അപ്പൊ അതില് നമുക്ക് ജിനാസിന് കുറെ ഉദാഹരണങ്ങൾ ഉണ്ടാവും, ഇക്തബാസിന് കുറെ ഉദാഹരണം, അതിന്റെ അർത്ഥസഹിതം ഉണ്ടാവും, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിലൂടെ കൂടുതൽ ഉദാഹരണങ്ങൾ പരിചയപ്പെടുക, അതിലുള്ള ഉദാഹരണം തന്നെ ആയിരിക്കും കേട്ടിട്ടിനൊക്കെ ചോദ്യം ഉണ്ടാവുക. അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൈമറി ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇൽമുൽ ബദി നമ്മൾ പഠിക്കുമ്പോൾ ഇൽമുൽ ബദീന്റെ വാലി ആയിട്ടുള്ള അബ്ദുല്ലാഹിബ്നു മുഅ്തസിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഒരു ഡീപ്പായിട്ടുള്ള ചോദ്യം ഉണ്ടാവാറില്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കല് മസ്റ്റാണ്. അവ്വലു മൻ തകല്ലമ ഫി ഇൽമിൽ ബദി, അബ്ദുല്ലാഹിബ്നുൽ മുഅ്തസ് ആണ് അദ്ദേഹത്തിന്റെ പേര്. ഇബ്നു മുഅ്തസ് എന്ന് നമ്മൾ പറയും. അവ്വലു മൻ തകല്ലമ ഫി ഇൽമിൽ ബദി, ഇൽമുൽ ബദിയിൽ ആദ്യമായിട്ട് സംസാരിച്ചെന്ന് പറഞ്ഞാൽ ഇൽമുൽ ബദിയിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അതിനെ കുറിച്ച് ആദ്യമായിട്ട് ചർച്ച ചെയ്ത ആളാണ് അബ്ദുല്ലാഹിബ്നുൽ മുഅ്തസ്. വലിദ ബി ബഗ്ദാദ് ഫി ബൈത്തുൽ മലിക്, ഒരു രാജാവിന്റെ വീട്ടില്, പിന്നെ അദ്ദേഹം ബഗ്ദാദിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുനിയത്തുഹു അബുൽ അബ്ബാസ്, അബുൽ അബ്ബാസ് എന്നാണ് അദ്ദേഹം. ഈ അബ്ദുല്ലാഹിബ്നുൽ മുഅ്തസിന് നമ്മള് ഖലീഫത്തു യൗമും വ ലൈല എന്ന ഒരു പേരുണ്ട്. അതായത് ഒരു ദിവസം ഒരു രാത്രിയും ഖലീഫയായ എന്നൊരു പിന്നെ പേരിൽ അറിയപ്പെടുന്ന, ഖലീഫത്തു യൗമും വ ലൈല എന്നറിയപ്പെടുന്ന ഒരാളാണ് അബ്ദുല്ലാഹിബ്നുൽ മുഅ്തസ്. ഖത്തലഹു ഇൽമാൻ മുഖ്തദിർ ബില്ല, മുഖ്തദിർ ബില്ലയുടെ മക്കളാണ് അദ്ദേഹത്തിനെ കൊന്നത് 296. ഓക്കെ, അദ്ദേഹത്തിന്റെ മുഅല്ലഫാത്തില് നമുക്ക് സാധാരണ ചോദിക്കാറുള്ളത് കിതാബുൽ ബദി മാത്രമേ ഇതൊരു ചോദ്യം വന്നിട്ടുള്ളൂ. എന്നാലും ജസ്റ്റ് നോട്ടിലൊന്ന് ഉൾപ്പെടുത്തിയുള്ളൂ. കിതാബുൽ ബദി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനയാണ്. കിതാബ് തബഖാത്തു ശുഅറാ ഉണ്ട്, കിതാബ് അഷ്ആറുൽ മുലൂക്ക് ഉണ്ട്, പിന്നെ കിതാബുൽ ജവാരിഹ് വസ്സയ്ദ്, കിതാബ് സഹർ വ റിയാദ്, ഫുസൂൽ തമാസിൽ അൽ ജാമിഅ ഫിൽ. ഇതില് പിന്നെ കിതാബുൽ ബദി എന്നുള്ളത് നിങ്ങൾ കാര്യമായിട്ട് നോക്കിയാൽ മതി. ഓക്കെ, ഇൽമുൽ ബദി എന്താന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലെ. അതായത് മുഹസനാത്തുൽ ലഫ്ദിയെയും മഅനവിയെയും ഉപയോഗിച്ചിട്ട് ഒരു കലാമിനെ ഭംഗിയാക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, പിന്നെ ഇൽമുൽ ബദി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇൽമുൽ ബദീഇല് നമുക്ക് പിന്നെ 2 കാര്യങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. ഒന്നെന്താണ് അൽ മുഹസനാത്തുൽ ലഫ്ദിയ, 2 അൽ മുഹസനാത്തുൽ മഅനവിയ. ഈ മുഹസനാത്തുൽ ലഫ്ദിയെ നമ്മൾ എങ്ങനെയും പറയാറുണ്ട്, അൽ ജമാലുൽ ലഫ്ലി എന്ന് പറയാറുണ്ട്. അതുപോലെ അൽ മുഹസനാത്തുൽ മഅനവിയെ നമ്മൾ അൽ ജമാലുൽ മഅനവിയെ എന്നും പറയാറുണ്ട്. ഓക്കെ, നിങ്ങൾ ആൻസർ ചെയ്യണം. പിന്നെ കഴിയുന്ന 1-2 ആളുകൾ വോയിസിൽ വരികയാണെങ്കിൽ ഓക്കെ. ഇഖ്തർ വൈറൽ മുത്തജാനിസ് മിനൽ മജ്മുഅ, താഴത്തെ 4 കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓക്കെ, അതെ, ഇൽമുൽ ബയാനാണ് തശ്ബീഹ് അല്ലെ. ബാക്കിയുള്ള 3 ഏതാണ്? നമ്മുടെ ഇൽമുൽ ബദീ ആണ്. ആ 3 കൂട്ടത്തിൽ പെടാത്ത ഏതാണെന്ന് അറിയോ? ആരെങ്കിലും പറയോ? ജിനാസ്, ഇക്തിബാസ്, മുക്കാബല. മുക്കാബലയാണ്. കാരണം മുക്കാബല എന്നുള്ളത് പിന്നെ നിങ്ങൾക്കപ്പൊ ഞാൻ ക്ലാസ് എടുക്കണേ.
ഓക്കെ, മുക്കാബല എന്നുള്ളത് എന്താണ്? മുഹസ്സനാത്തുൽ മഅനവിയാണ്. ബാക്കി രണ്ടെണ്ണം മുഹസ്സനാത്തുൽ ലഫ്ലിയാണ്. ഓക്കെ, അപ്പൊ മുഹസ്സനാത്ത് ആദ്യം പറഞ്ഞു. മുഹസ്സനാത്തുൽ ലഫ്ലിയയിലുള്ളത് ഏതൊക്കെയാണ്? എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യട്ടെ മൈക്ക. ഓക്കെ, മുഹസ്സനാത്തുൽ ലഫ്ലിയ എന്നുള്ളത് ഏതൊക്കെ അറിഞ്ഞിരിക്കണം? ഏതൊക്കെയാണ്? ജിനാസ്, ഇഖ്തിബാസ്, റജ്അ്, റദ്ദുൽ അജ്സി അല സുദ്ർ. ഇതിൽ റദ്ദുൽ അജ്സി അല സുദ്ർ ഒന്നും അങ്ങനെ പിന്നെ കാണാറില്ല. പക്ഷെ കേട്ടറ്റിന്റെ എക്സാമുകൾ ഓരോ തവണ ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏത് ഭാഗത്തുനിന്നും ചോദ്യം പ്രതീക്ഷിക്കണം. ഓക്കെ, അപ്പൊ ജിനാസ്, ഇഖ്തിബാസ്, സജ്അ്, റദ്ദുൽ അജ്സി അല സുദ്ർ, ഇത്രയും കാര്യങ്ങളാണ് മുഹസ്സനാത്തുൽ ലഫ്ലിയയിൽ നമുക്ക്. ഹലോ, ഓക്കെ അല്ലേ? എനി പ്രോബ്ലം? സാർ കണ്ടിന്യൂ ചെയ്തോളൂ. കുഴപ്പമൊന്നുമില്ലല്ലോ? സാർ കണ്ടിന്യൂ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല സാർ. ഓക്കെ 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 അപ്പൊ നമ്മള് മുഹസ്സനാത്തുൽ ലഫ്ലിയയിലുള്ള ആദ്യം നമുക്ക് ചർച്ച ചെയ്യാം. അൽ ജിനാസ്. ജിനാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ PYQ ഡിസ്കസ് ചെയ്തെടുത്ത് ജിനാസ് താമിനെ കുറിച്ച് അവിടെ പറഞ്ഞതാണ്. ഏത് ഹുവ ജിനാസ് എന്ന് പറഞ്ഞാൽ ഐ യതശാബഹൽ ലഫ്ദാനി, രണ്ട് ലഫ്ദുകൾ എന്താ മുത്തശാബിഹ. മുത്തശാബിഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാദൃശ്യമാവും അല്ലെ? തശ്ബീഹ്, സാദൃശ്യമാവാം. ഫിന്നുതുക്കി, നമ്മുടെ സംസാരത്തിൽ രണ്ട് ലഫ്ദുകളും സാദൃശ്യമാവുക. വയഖ്തലിഫ ഫിൽ മഅന, ആ രണ്ട് ലഫ്ളുകളും എന്താകും? വ്യത്യാസപ്പെടും. ഫിൽ മഅന, അർത്ഥത്തിൽ വ്യത്യാസപ്പെടും. അപ്പൊ രണ്ടും ചിലപ്പോ കാണുമ്പോൾ ഒരേ രൂപത്തിലായിരിക്കും, പക്ഷെ അതിന്റെ മഅനയിൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ വ്യത്യാസം വരുന്ന രണ്ട് ലഫ്ള്, ഈ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ജിനാസ് എന്ന് പറയുന്നത്. ഇനി ജിനാസ് രണ്ട് രൂപത്തിലുണ്ട്. ഓഹോ നൗആനി, അത് രണ്ട് രൂപത്തിലുണ്ട്. ജിനാസുൻ താമുണ്ട്, ജിനാസുൻ വൈറു താമുണ്ട്. താമു എന്ന് പറഞ്ഞാൽ അതൊരു പെർഫെക്റ്റ് ജിനാസ് ആണ്. പെർഫെക്റ്റ് ജിനാസ് എന്ന് പറഞ്ഞാല് ജിനാസുൻ താമുൻ, താമായ ജിനാസ് എന്ന് പറഞ്ഞാൽ വഹുവ മാ, അതൊന്നാണ് ഇത്തഫഖ ഫീഹി ലഫ്ളാനി, അതിൽ രണ്ട് ലഫ്ളും യോജിക്കും. ഇത്തഫഖ നമുക്കറിയാം, ഇത്തഫഖ എന്ന് പറഞ്ഞാൽ എന്താ? യോജിക്കുക അല്ലെ? നമ്മള് മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്ന ഹദീസുകളെ സ്വഹീഹ് ബുഖാരിയും അതുപോലെ മുസ്ലിമും രണ്ട് പണ്ഡിതന്മാർ യോജിച്ച ഹദീസുകൾക്ക് മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞ പോലെ ഇത്തഫഖ ഫീഹി ലഫ്ളാനി, ഇവിടെ രണ്ട് ലഫ്ളുകളും യോജിക്കും. ഫീ ഉമൂരിൻ അർബഅത്തിൻ, അതായത് നാല് കാര്യങ്ങളിൽ യോജിക്കും. ഏതൊക്കെയാണ് നാല് കാര്യങ്ങൾ? ഹിയ നൗഉൽ ഹുറൂഫി വശക്ലിഹ വശക്ലുഹ വഅദദുഹ വതർതീബുഹ. അതായത് നൗഉൽ ഹുറൂഫ് എന്ന് പറഞ്ഞാൽ ഹർഫുകളുടെ ഇനം. ഇനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഹർഫ് ഇപ്പൊ എങ്ങനെ അലിഫ്, അപ്പുറത്തും അലിഫ്, അങ്ങനെ ഒരേ ഇനം, അതാണ് നൗഉൽ ഹുറൂഫ് എന്ന് പറഞ്ഞാൽ. ഇനി ഷക്കിൽ ഹുറൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷക്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹർക്കത്തുകളാണ്. ഇപ്പൊ നമ്മള് പിന്നെ ഈ ഉദാഹരണം വരുന്നുണ്ട്, അപ്പൊ അതില് നമുക്ക് കൂടുതൽ എന്ത് ചെയ്യാം? ഈ താമു ഒരു താമൊക്കെ അവിടെ ചർച്ച ചെയ്യാം. ഷക്കിൽ എന്ന് പറഞ്ഞാല് രണ്ട് ലഫ്ളുകളും ഹറക്കത്ത് എന്താവാ? ഹറക്കത്തില് രണ്ട് ലഫ്ള് ഒരേ രൂപത്തിലാകുക. അതുപോലെ അദദുഹ, അതിന്റെ എണ്ണം, അതായത് ഹർഫുകളുടെ എണ്ണം. ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ സാഅത്ത് എന്നൊരു താഴെ ഉദാഹരണം വരുന്നുണ്ട്. അപ്പൊ അദദുഹ എന്ന് പറഞ്ഞാല് രണ്ട് ലഫ്ളുകളുടെയും അക്ഷരങ്ങളുടെ എണ്ണം. അതുപോലെ തർത്തീബുഹ, ആ പിന്നെ രണ്ട് ലഫ്ളുകളുടെയും അതിന്റെ അക്ഷരങ്ങളുടെ തർത്തീബ്, ഓർഡർ. ഈ നാല് കാര്യങ്ങളും രണ്ട് ലഫ്ളിലും യോജിച്ചാൽ അത് നമ്മൾ എന്തു പറയും? ജിനാസുൻ താമുൻ, അതായത് പെർഫെക്റ്റ് ജിനാസ് എന്ന് നമുക്കതിന് പറയാൻ പറ്റും. ഉദാഹരണമാണ് വയക്കൂമു, വയക്കൂലെ വയക്കൂമു തെക്കൂമു സാഅത്ത്. ഇവിടെ പിന്നെ യുക്സിമുൽ മുജ്രിമൂന മാ ലബിസു വഗൈറ സാഅ. ഓക്കെ, ഇവിടെ നമുക്കറിയാം തഖൂമു സാഅത്ത് എന്ന് പറയുന്ന ആദ്യ ഒരു സാഅത്ത് കണ്ടു. രണ്ടാമത് എന്തോന്നു? മാ ലബിസു വഗൈറ സാഅത്തിൻ എന്ന് മുജ്രിമീൻ. അതാണ് അവിടെ വ്യത്യാസമുണ്ട്. യക്കൂമു അല്ല സ്റ്റാർട്ടിങ്, എക്സ്ട്രാ വന്നതാണ്. അതാണ് യക്കൂമു തഖൂമു എന്നല്ല. ഓക്കെ, അത് അക്ഷര ഇത് മിസ്സിംഗ് ആണ്. അതായത് ഇവിടെ ഒന്നാമത്തെ സാഅത്ത് നമുക്കറിയാം ഖിയാമത്ത് നാളിൽ ധാരാളം പേരുകളുണ്ട് അല്ലെ? അതിൽ പെട്ട ഒരു പേരാണത് അസ്സാഅത്തു എന്നുള്ളത്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ സാഅത്തിന്റെ അർത്ഥം എന്താണ്? ഖിയാമത്ത് നാൾ എന്ന അന്ത്യനാള് എന്നൊരർത്ഥാണ്. പക്ഷെ രണ്ടാമതൊരു സാഅത്ത് നമുക്കറിയാം, നമ്മള് മണിക്കൂറിനൊക്കെ നമ്മൾ സാഅത്ത് എന്ന് പറയില്ലേ? അതാണ് രണ്ടാമത്തെ സാഅത്ത്. മാ ലബിസു വൈറ സാഅത്ത്. നമ്മള്
കേവലം 1 മണിക്കൂറല്ലാതെ എന്ത് ചെയ്തിട്ടില്ല, മാ ലബിസു അല്ലെ, അക്രമികളായിട്ടുള്ള ആളുകൾ പറയും. അപ്പോ ഇവിടെ ഇപ്പൊ എന്താണ്, ഒന്നാമത്തെ സാഹത്തോട് ഉദ്ദേശം നമ്മൾ കിയാമത്ത് നാളാണ്. രണ്ടാമത്തെ സാഹത്തിന്റെ ഉദ്ദേശം എന്താണ്, നമ്മൾ സാധാ നമ്മൾ ഉപയോഗിക്കുന്ന മണിക്കൂർ എന്നർത്ഥമാണ്. ഇവിടെ സാഹത്ത് എന്ന് നമുക്കറിയാം നൗഉൽ ഹുറൂഫ്, കറക്റ്റ് സീന്, അലിഫ്, ഐന്, താവ്. ഇനി അതിന്റെ ഷെക്കില് ഹറക്കത്തും അതേപോലെ അതത് അതിന്റെ എണ്ണവും തെർത്തീബ് അതിന്റെ തെർത്തീബും എല്ലാം എന്താണ്, സെയിം ആണ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ യോജിച്ചതുകൊണ്ട് ഇത് ജിനാസ് ആണ്. എങ്ങനത്തെ ജിനാസ് ആണ്? ജിനാസുൻ താമാണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് ജിനാസുൻ വൈറു താം, അതായത് പെർഫെക്റ്റ് അല്ലാത്ത ജിനാസ്. വഹുവ, ഈ ജിനാസുൻ വൈറു താം എന്ന് പറഞ്ഞാൽ മാ, അത് ഒന്നാണ്, ഇഖ്തലഫ ഫീഹി, ആ ഒന്നിൽ വ്യത്യാസപ്പെടും, അൽ ലഫ്ലാനി, അതായത് 2 ലഫ്ലുകൾ വ്യത്യാസപ്പെടും. എന്തിലാണ് വ്യത്യാസപ്പെടുക? ഫി വാഹിദി മിനൽ ഉമൂരിൽ മുത്തഖദ്ദിമത്തി, അതായത് നമ്മൾ മുൻകഴിഞ്ഞ 4 കാര്യങ്ങൾ ഉണ്ടല്ലോ. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? നൗഉൽ ഹുറൂഫ്, ശക്ലുൽ ഹുറൂഫ്, അദദുൽ ഹുറൂഫ്, തർത്തീബുൽ ഹുറൂഫ്. ഈ 4 കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക, വ്യത്യാസപ്പെടുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, ജിനാസുൻ വൈറു താമ്, അതായത് പെർഫെക്റ്റ് അല്ലാത്ത ജിനാസ് എന്ന് പറയുന്നത്. ഓക്കെ. അതിന്റെ ഉദാഹരണം ഇതില് കൊടുത്തിട്ടുണ്ട്. മിസാല് ഏതാണ്? വഖാലത ആല അമ്മൽ യതീമു ഫലാ തഖ്ഹർ വ അമ്മസ്സായില ഫലാ തൻഹർ. ഓക്കെ. ഇതില് തഖ്ഹർ, തൻഹർ എന്നുള്ള വേർഡ് നമുക്കറിയാം. ഇതിന്റെ ഏകദേശം നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് ഏകദേശം ഒരേ രൂപത്തിലാണ് അല്ലെ. തഖ്ഹർ, തൻഹർ, തഖ്ഹർ, തൻഹർ എന്നുള്ളത് ഒരേ രൂപത്തിലാണ്. നുത്ക്കിൽ ഏകദേശം ഒരേപോലെയാണ്. പക്ഷെ ഇവിടെ പിന്നെ എന്ത് വന്നു? തഖ്ഹർ, തൻഹർ എന്ന് പറയുമ്പോ അതിന്റെ പിന്നെ ഏതാണ് വ്യത്യാസപ്പെട്ടത്? ഏതാണ്? നൗഉൽ ഹുറൂഫ്. നൗഉൽ ഹുറൂഫ് എന്ന് പറയുമ്പോ ഏതാണ്? ഒന്ന് നമ്മള് താ കഴിഞ്ഞതാണ്, ഖാഫ് ആണ്. ഒന്ന് താ കഴിഞ്ഞിട്ട് നൂനാണ്. അതായത് ഒരു ഹർഫുകളുടെ ഇനം തന്നെ എന്ത് ചെയ്തു, വ്യത്യാസപ്പെട്ടു. പക്ഷെ ബാക്കി 4 കാര്യങ്ങൾ നോക്കാം. അതായത് അതിന്റെ പിന്നെ ഷെക്കില് ഹർക്കത്തിന്റെ രൂപം സെയിം ആണ്. ആദ്യം ഫത്ത്ഹാണ്, പിന്നെ സുക്കൂനാണ്, ഓക്കെയാണ്. പിന്നെ അതിന്റെ എണ്ണം സെയിം ആണ്, അതിന്റെ തർത്തീബ് സെയിം ആണ്. അപ്പോ ഇത് നമുക്ക് എന്തിന് ഉദാഹരണമാണ്? ജിനാസുൻ വൈറു താമന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഖൻസായിന്റെ ഒരു ബൈത്താണ്, ഇന്നൽ ബുക്കാഹു വശിഫാഉ മിനൽ ജവാ ബൈനൽ ജവാനി എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ജവ അതേപോലെ ജവാനി എന്ന് കണ്ടു. ഇതിലേതാണ് മിസ്സിങ് ആ 4 കാര്യങ്ങളില്? അതെ, അതദുൽ ഹുറൂഫ്. നമ്മളിപ്പോ ജവാനി എന്ന് പറയുമ്പോ ഏകദേശം നുത്തുക്കിലൊക്കെ ഒരുപോലെയാണ്. പക്ഷെ ഇതിന്റെ അതദുൽ ഹുറൂഫ് എന്തുണ്ട്, വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഓരോന്നിനും ഉദാഹരണം ഉണ്ട്. തർത്തീബിന് ഇതിൽ ഉദാഹരണം ഓക്കെ ഇതിലുണ്ട്. അപ്പൊ നമ്മളിപ്പോ നൗഉൽ ഹുറൂഫ് തെറ്റിയാലുള്ളതിന് ഉദാഹരണം നോക്കി. അതേപോലെ അദദുൽ ഹുറൂഫിന്റെ വ്യത്യാസം നോക്കി. അതുപോലെ അടുത്ത ഉദാഹരണമാണ് ഏത്? ഖശീതു അൻ തഖൂല ഫറഖ്തു ബൈന ബനി ഇസ്രായീൽ. ഇവിടെ ബൈന ബനി എന്നുള്ളതും ഏകദേശം നമ്മൾ നുത്തുക്കിൽ സെയിം അല്ല. ബൈന ബനി എന്ന് പറയുമ്പോൾ നുത്തുക്കിൽ ഏകദേശം ഒരേപോലെ. പക്ഷെ ഇവിടെ ഏതാണ് വ്യത്യാസം? ഏത് സംഭവമാണ്? തർത്തീബാണ് വ്യത്യാസം. കാരണം ബൈന എന്ന് പറഞ്ഞു, അവിടുത്തെ എന്ത് പറഞ്ഞു? ബനി എന്ന് പറഞ്ഞു. അപ്പോ ബാ കഴിഞ്ഞിട്ട് യാ ആണ്, ഇവിടെ ബാ കഴിഞ്ഞിട്ട് നൂനാണ്. അപ്പോ ഇതിന്റെ തർത്തീബിൽ എന്തുണ്ട്? വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് ഇനിയിപ്പോ ഏതാണ്? ഇപ്പൊ 3 കാര്യം പറഞ്ഞു അല്ലെ. ഇനി അതിനാണ് ഉദാഹരണം പറയാത്തത്. നൗഉൽ ഹുറൂഫിന്റെ പറഞ്ഞു, പിന്നെ അദദിന്റെ പറഞ്ഞു, ഷെക്കിലിന്റെ പറഞ്ഞില്ലേ. ഷെക്കിലിന്റെത് നമ്മൾ ഇൻഷാ അല്ലാഹ് ക്വസ്റ്റ്യൻസിൽ വരുന്നുണ്ട് തോന്നുന്നുണ്ട്. നഹാക്ക നുഹാക്ക എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്. നഹാക്ക നുഹാക്ക എന്ന് പറയുമ്പോ അവിടെ പിന്നെ എന്താണ്, അതിന്റെ ഹർക്കത്താണ് വ്യത്യാസം. നഹാക്ക എന്ന് പറയുമ്പോ പിന്നെ നൂൻ എന്താണ്, ഫത്ത്ഹാണ്. നുഹാക്ക എന്ന് പറയുമ്പോ നൂനും ദമ്മാണ്. അപ്പോ അതിന്റെ ഹർക്കത്ത് പിന്നെ നമ്മൾ PYQ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജിനാസിൽ പഠിക്കേണ്ടത്. ജിനാസ് എന്ന് പറഞ്ഞാൽ 2 ലഫ്ദുകൾ സാദൃശ്യമാകും. നുത്തുക്കിൽ സാദൃശ്യമാകും, പക്ഷെ അതിന്റെ മായനയിൽ വ്യത്യാസപ്പെടും. അത് താമുണ്ട്, വൈറു താമുണ്ട്, അതത് നൗഉൽ ഹുറൂഫ്, അദദുൽ ഹുറൂഫ്, ശക്ലുൽ ഹുറൂഫ്, തർത്തീബുൽ ഹുറൂഫ്. ഈ 4 കാര്യങ്ങൾ യോജിച്ചാൽ ജിനാസ് താം എന്ന് പറയും. 4 കാര്യങ്ങളിൽ ഏതെങ്കിലും വ്യത്യാസപ്പെട്ടാൽ ജിനാസ് വൈറു താം എന്ന് പറയും. ഓക്കെ.
അടുത്ത നമ്മൾ ഇക്തിബാസ് ആണ്. മുഹസനാത്തുൽ ലഫ്ലിയയിലെ രണ്ടാമത്തതാണ് അൽ ഇക്തിബാസ്. ഇക്തിബാസ് എന്ന് അതിന്റെ മീനിങ് തന്നെ എന്താണ്? നമ്മൾ ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ നിന്ന് ഒന്നിന്ന് എടുക്കുന്നതിനാണ് നമ്മൾ ഇക്തിബാസ് തരാം. ഏതെങ്കിലും ഒന്നിനും ഉദ്ധരണിയായിട്ട് എടുക്കുന്നതിനാണ് നമ്മൾ ഇക്തിബാസ് എന്ന് നമ്മൾ അതിന്റെ മായന അതാണ്. അപ്പൊ ഇക്തിബാസ് എന്ന് പറഞ്ഞാൽ തെളിമീനു നസ്രി അവിശ്യരി, അതായത് നസ്ർ ഗദ്യം അല്ലെങ്കിൽ അവിശ്യരി അല്ലെങ്കിൽ പദ്യം എന്ത് ചെയ്യാ? തെളിമീൻ അത് ഉൾപ്പെടുത്തലാണ്. ഷൈഅം മിനൽ ഖുർആനി അവിൽ ഹദീസി, അതായത് ഖുർആനിൽ നിന്നോ അല്ലെങ്കിൽ ഹദീസിൽ നിന്നോ ഒരു കാര്യത്തെ എന്ത് ചെയ്യുക? ഉൾപ്പെടുത്തലാണ്. എങ്ങനെ ഉൾപ്പെടുത്തുക? മിൻ വൈരി ദലാലത്തിൻ അല അന്നഹു മിൻഹുമ, ഇത് ഖുർആനിൽ നിന്നാണ് അല്ലെങ്കിൽ ഇത് ഹദീസിൽ നിന്നാണ് എന്ന് വൈറു ദലാലത്തിൻ, നമുക്ക് തെളിവ് നൽകാത്ത രൂപത്തില് നമ്മുടെ സംസാരത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കവിതയിലോ നമ്മൾ ഖുർആനോ ഹദീസിനോ ഒരു ഭാഗം ഉൾപ്പെടുത്തുന്നതിനാണ് നമ്മൾ ഇക്തിബാസ് എന്ന് പറയാം. അതായത് ഇപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ ഖാലല്ലാഹു തആല എന്ന് പറഞ്ഞിട്ട് പറയാൻ നമുക്കറിയാം എന്താണ് ഖുർആനിൽ പറഞ്ഞതാണ്. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം അതെന്താണ്, അത് ഹദീസാണ്. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇത് ഖുർആനിൽ നിന്നാണോ അല്ലെങ്കിൽ ഇത് ഹദീസിൽ നിന്നാണോ എന്ന് ഒരു ദലാലത്തും തരാതെ നമ്മൾ നമ്മുടെ വാക്കിൽ ഉപയോഗിക്കുന്ന ഈ ഖുർആനും ഹദീസിനും ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്കാണ് ഇക്തിബാസ് എന്ന് പറയാം. ഇനി ഇവിടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ യജൂസു ഇവിടെ ജായിസ് ആകും അയ്യുഅയ്യിറ ഫിൽ അസരിൽ മുക്തബിസി ഖലീലൻ, അതായത് നമ്മളിപ്പോ ഈ ഇക്തിബാസ് എടുക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൽ കലീലായിട്ടുള്ള ചെറിയ മാറ്റങ്ങളൊക്കെ എന്താണ്? ജായിസാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ അള്ളാഹു താല പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ലല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്കതിൽ ജായിസാണ്. നേരെ മറിച്ച് അള്ളാഹു താല പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അതിൽ മാറ്റങ്ങൾ വരുത്താൻ പാടില്ല. ഹദീസ് ആണെങ്കിലും നമ്മൾ മാറ്റം വരുത്താൻ പാടില്ല. പക്ഷെ ഇക്തിബാസിൽ നമുക്ക് എന്ത് ചെയ്യാം? ചെറിയ മാറ്റങ്ങളൊക്കെ ജായിസാണ്. അപ്പൊ ഇതാണ് അപ്പൊ ഇതിന്റെ താരീഫ് എന്ത് ചെയ്യാ? അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതില് കുറെ ഉദാഹരണം ഉണ്ട്. ഇതിൽ അബ്ദുൽ മുഅ്മിൻ അസ്ബഹാനി അദ്ദേഹം പറഞ്ഞ ഒരു ലാ തഗുറന്നക മിനൽ ദുൽമത്തി കസ്റത്തുൽ ജുയൂശി വൽ അൻസാർ ഇന്നമാ നുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ. ഇത് ഒരു ഖുർആൻ ആയത്താണ്, ഇന്നമാ നുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സാർ എന്നുള്ളത്. പക്ഷെ ഇതിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല? അവിടെ ഖാലല്ലാഹു തആലാന്നോ അല്ലെങ്കിൽ ഫിൽ ഖുർആനിൽ കരീംന്നോ അങ്ങനൊന്നും നമുക്കൊരു ദലാലത്തും തരാതെയാണ് അദ്ദേഹത്തിന്റെ വാക്കിൽ ഈ ഒരു ഖുർആനിൽ നിന്നുള്ള ഒരു ഭാഗം അദ്ദേഹം തെളിമീൻ ചെയ്തത്. അപ്പോ ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ഇക്തിബാസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എക്സാമിന് നിങ്ങൾക്ക് ഇക്തിബാസിന്റെ ഉദാഹരണം കൊടുത്തിട്ട് ഇതെന്തിനുള്ള ഉദാഹരണം തരുമ്പോൾ നമ്മൾ ഇങ്ങനെ വായിച്ചു നോക്കുക. അത് വായിച്ചു നോക്കുമ്പോൾ അതിൽ ജിനാസിന്റെ എന്തെങ്കിലും ഉണ്ടോ നോക്കുക, ഇല്ല. പിന്നെ ഇക്തിബാസിന്റെ ഇതൊരു ഖുർആനായത്തിന്റെ ശൈലികളൊക്കെ ഏകദേശം നമുക്ക് എല്ലാവരും ഖുർആൻ ഓതുമ്പോൾ അറിയാലോ, ചില ഇത് കണ്ടാല്. അപ്പോ അതൊരു ഖുർആനായത്തിന്റെ ശൈലി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോ ഓപ്ഷനിൽ ഇക്തിബാസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇക്തിബാസ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതില് ബാക്കി 3 ഓപ്ഷൻ കൂടി നോക്കണം. ഏത്? ജിനാസിന്റെ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ സജിഅന്റെ ഉണ്ടോ എന്ന് കൂടെ നോക്കിയിട്ട് അതൊന്നും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇക്തിബാസ് ആണെന്നുള്ളത് ഉറപ്പുവരുത്താം. ഓക്കെ, അടുത്ത മൂന്നാമത്തതാണ്. ഇതിനൊക്കെ ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ട് കേട്ടോ നമുക്ക് ഇക്തിബാസിനൊക്കെ. അപ്പോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? സാറിനോട് ചോദിക്കുക, അല്ലെങ്കിൽ PM വന്നാൽ എന്ത് ചെയ്യാം? ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഓക്കെ, അടുത്ത സജ് ആണ് മൂന്നാമത്തത്. നമുക്കറിയാം, നമ്മൾ പ്രാസ് ഒപ്പിച്ചിട്ട് സംസാരം ഉണ്ടാവും, പ്രാസ് ഒപ്പിച്ചിട്ട് കവിതയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുക. അതാണ് സജ് എന്ന് പറയുന്നത്. തവാഫുൽ ഫാസുലതൈനി ഫിൽ ഹറഫിൽ അഖീരി, അതായത് 2 ഫാസിലകൾ. എന്താണ് ഫാസുല എന്നുള്ളത് പറയും. ഫാസുല എന്നുള്ളത് നെസറിൽ വരുമ്പോ ഫാസുല എന്നുള്ളതും ഷിറിൽ വരുമ്പോ കാഫിയ എന്നുള്ളതായിട്ട് വരികയാണ്. ഓക്കെ, ഈ 2 ഫാസുലകളും അവസാനത്തെ ഹർഫില് യോജിക്കലാണ്. അതായത് നമ്മളിപ്പോ 2 സെന്റൻസ് പറഞ്ഞാല് ഒന്നാമത്തെ സെന്റൻസിന്റെ അവസാനത്തെ കാര്യങ്ങളും രണ്ടാമത്തെ സെന്റൻസിന്റെ അവസാനത്തെ, അതുപോലെ ബൈത്താണെങ്കിൽ ഒന്നാമത്തെ ബൈത്തിന്റെ അവസാനവും രണ്ടാമത്തെ ബൈത്തിന്റെ അവസാനം എന്ത് ചെയ്യുക? തവാഫുക്ക്, നേരത്തെ പറഞ്ഞ പോലെ യോജിക്കലാണ്. അഫ്ളലുഹു മാ തസാവത്ത് ഫിഖറുഹു, ഫിഖർ എന്ന് പറഞ്ഞാൽ നമ്മൾ സെന്റൻസ് ഉദ്ദേശം കേട്ടോ. അതായത് അഫ്ളലുഹു, ഈ സജ്ഇൽ ഏറ്റവും അഫ്ളൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മാ തസാവത്ത് ഫിഖറുഹു, അതായത് നമ്മളിപ്പോ 2 സെന്റൻസ് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ സെന്റൻസിൽ ഉപയോഗിച്ച എത്രയാണോ ഖദർ, അതേ ഖദർ രണ്ടാമത്തെ സെന്റൻസ് ഉപയോഗിക്കുക. മനസ്സിലായോ? അതായത് 2 സെന്റൻസുകളും ഒരേ രൂപത്തില് ആവുന്നതാണ് ഏറ്റവും അഫ്ളൽ.
ഒരു ഉദാഹരണം കുറെ ഉണ്ട്. നമുക്ക് റസൂലുള്ളാന്റെ പിന്നെ ചില ഹദീസിലൊക്കെ കാണാൻ പറ്റും. അത് ആദ്യം ഒരു കാര്യം പറയും, അതിന്റെ അതേ പ്രാസം ഒപ്പിച്ചിട്ട് രണ്ടാമത്തെ കാര്യം പറയും. ഇതൊരു ഉദാഹരണം വന്നിട്ടുണ്ട്. കണ്ടോ? അള്ളാഹു മഴത്തിയും ഖലഫ വഴത്തി തലഫ. ഇവിടെ കണ്ടോ? അള്ളാഹു മഴത്തി, അതുപോലെ അവിടെയും വഴത്തി. പിന്നെ എല്ലാം എന്താണ്? ഒരേ രൂപത്തിലാണ്. രണ്ട് ഫിക്റുകളും രണ്ട് സെന്റൻസും ഒരേ രൂപത്തിൽ ഒരേ ഖദറിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോ ഇത് എന്തിനു ഉദാഹരണമാണ്? സജ്ഇന് ഉദാഹരണം. ഇതാണ് ഏറ്റവും സജ്ജികലി ഏറ്റവും അഫ്ളൽ ആയിട്ടുള്ള രൂപം ഇതാണ്. കാരണം രണ്ട് സെന്റൻസുകളും ഒരേ ഖദറിലാണ്. തസാവത്ത്, രണ്ടും തുല്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ. ഇനി എന്താണ് നമ്മൾ ഫാസില എന്ന് പറയുന്നത്? എന്താണ് കാഫിയ എന്ന് പറയുന്നത്? തുസമ്മൽ കലിമത്തുൽ അഖീറത്തു മിൻ കുല്ലി ഫിക്രത്തി. നമ്മൾ ഓരോ സെന്റൻസിന്റെയും, നമ്മൾ ഗദ്യത്തില് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സെന്റൻസിന്റെയും അവസാനത്തെ കലിമത്തിനാണ് നമ്മൾ എന്താ പറയാ? ഫാസിലത്ത് എന്ന് പറയാം. അൽ ഫാസിലത്തു ഫിന്നസ്രി. നമ്മള് ഗദ്യത്തിൽ ഫാസില എന്ന് പറയും. അമ്മ ഫി ശിഅരി, അത് ഷിഅറിലാണെങ്കിലോ ഫഹിയ കാഫിയ, അതിന് നമ്മൾ കാഫിയ എന്നും പറയും. ഓക്കെ. ഇങ്ങനെ അവസാനത്തിൽ ഒരേ രൂപത്തിൽ രണ്ട് പിന്നെ ഫിക്രയുടെയും അവസാനത്തിൽ യോജിച്ചു വരുന്നതിനാണ് നമ്മൾ സജ് എന്ന് പറയുന്നത്. ഇതുണ്ട് അൽ ഹുറു ഇദാ വഅദ വഫ വ ഇദാ അഅന കഫ വ ഇദാ മലക അഫ. ഇവിടെ കണ്ടില്ലേ? വഫ, കഫ, അഫ. ഇത് എന്താണ്? പിന്നെ ഒരേ രൂപത്തിൽ അതിന്റെ ഓരോ സെന്റൻസിന്റെ അവസാനം കണ്ടില്ലേ? ഒരേ രൂപത്തിൽ എന്ത് ചെയ്തു വന്നു? വഫ, കഫ, എഫ എന്നുള്ളത് ഒരേ രൂപത്തിൽ വന്നു. ഇത് നെസറിൽ വന്നാണ്, ഇത് ഫാസുലയിൽ യോജിച്ച് വന്നിട്ടുള്ളത്. ഇതിൽ അഫ്ദലുഹു മാ തസാവത്ത് ഫിക്റുഹു, ഏറ്റവും അഫ്ദൽ രൂപം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അത് പിന്നെ അതിന്റെ ഓരോ സെന്റൻസും നമ്മൾ നേരത്തെ റസൂലുള്ളാന്റെ ആ ഒരു ഹദീസ് പറഞ്ഞ പോലെ ആ രൂപത്തിൽ അതിന്റെ എല്ലാ ഖദറുകളും സെയിം ആയിട്ട് വരലാണ് ഏറ്റവും അഫ്ദൽ ആയിട്ടുള്ള രൂപം. സാറേ ആ മുന്നത്തൊന്ന് കാണിക്കോ? ഏതാണ്? മുൻസിക്ക് മുൻഫിക്ക് എന്ന് കണ്ടല്ലോ, അത് സജ്ജ ആവാൻ ചാൻസ് ഉണ്ടോ? അത് സോറി, ആ ജിനാസിൽ ഒയർതാമാവാൻ ചാൻസ് ഉണ്ടോ? ആ മുൻഫിക്ക് മുംസിക്ക എന്നുള്ളത്. അത് പിന്നെ ഈ ബലാഗയിലെ വേറൊരു കാര്യം പറയാനുള്ളത്, ബലാഗയിൽ ചിലത് നമുക്ക് എന്ത് ചെയ്യാം, വേറൊന്നിനോടും സാദൃശ്യമായിട്ട് നമുക്ക് തോന്നും. അപ്പോ അതിന് ഞങ്ങളൊക്കെ ഇത് പഠിക്കുന്ന സമയത്ത് പിന്നെ നിങ്ങൾ ഈ ചോദിച്ച അതേ ഡൗട്ട് അന്ന് നമ്മൾ ടീച്ചേഴ്സോട് ചോദിച്ചിരുന്നു. അപ്പൊ അവര് പറഞ്ഞു തന്ന മറുപടി തന്നെ ഇങ്ങോട്ടും പറയാട്ടോ. എന്താന്ന് വെച്ചാല് അവര് പറഞ്ഞ എന്താറിയോ, നമ്മള് ഈ ബലാത്തുൽ വാദിയൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഉദാഹരണം ഏത് ഭാഗത്താണോ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ അതാണ് ആൻസർ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇപ്പോ ഈ പിന്നെ നമ്മൾ സജ്ഇനെ കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്ത് ബലാത്തുൽ വാദിഹയില് സജ്ഇന്റെ ഉദാഹരണമായിട്ടാണ് ഈ റസൂലുള്ളാന്റെ ഹദീസ് കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഓപ്ഷൻസ് വരുമ്പോ സജ്ഉം ജിനാസും വരികയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതാണ് സജ് ആണ്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഈ ഭാഗങ്ങൾ ചർച്ച ചെയ്യുന്ന ആ ഉദാഹരണങ്ങൾ എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, ബലാത്തുൽ വാദിഹയിലെ ഉദാഹരണങ്ങൾ നോക്കൽ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. ഇതേ ഡൗട്ട് നമുക്കന്ന് വന്നിരുന്നു. കാരണം നമ്മൾ ചോദിച്ചപ്പോ നമുക്ക് കിട്ടിയ മറുപടി ഇങ്ങനെ ഉണ്ടോ. അപ്പോ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്തെന്നുള്ളൂ. ഓക്കെ. അലബിയുടെ കണ്ടില്ലേ? അൽ ഹിഖ്ദു സദ്ഉൽ ഖുലൂബ്, അതുപോലെ സബബുൽ ഹുറൂബ് അല്ലെ? കുലൂബ് അത് അവസാനം യോജിച്ചു വന്നു, ഹറൂബ് അവസാനം വന്നു. ഇത് എന്തിനാണ്? സജ്ഇന്റെ ഉദാഹരണമാണ്. ഓക്കെ. ഈ നമ്മൾ ഈ 3 പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിലുള്ള PYQ എന്ന് നോക്കാം. സിമ്പിൾ ആണ് ഇത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഒരു സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട കാര്യമല്ല. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിന് താരിഫ് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കണം. ഓക്കെ. അസ്ഇലതാണ് അൽ ജിനാസ്. ജിനാസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഇതൊക്കെ PYQ ആണ് കേട്ടോ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. ജിനാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻസ് പറഞ്ഞാൽ മതി, ABCD പറഞ്ഞാൽ മതി. ഓപ്ഷൻ ബി. അതെ, ഓപ്ഷൻ ബി ആണ്. ഇത്തിഫാഖു കലിമത്തൈനി ഫി നുത്ഖി മഅ ഇഖ്തിലാഫിഹിമാ ഫിൽ മഅന. അല്ലേ? അതായത് നുത്ഖിൽ യോജിച്ച് വരിക, മഅനയിൽ എതിരായിട്ട് വരിക. ഓക്കെ. ഒന്നാമത്തെ ഉദാഹരണം എന്തിനുള്ളതാണ്? ഒന്നാമത്തേത് ഇക്തിബാസ് ആണ്, തൽമീനുൽ ഖുർആൻ. അല്ലേ? പിന്നെ തവാഫുഖുൽ ഫാസിലൈനി ഫിൽ അർഫിൽ ഏതാണ്? സജ്ഇന്റെ ഉദാഹരണമാണ്. ഓക്കെ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്.
അൽ ഖൈലു മഅഖൂദു ബിനവാസികൾ ഖൈർ. ഇതെന്തിനുള്ള ഉദാഹരണമാണ് അറിയോ? മാഹുസ്ലു ബദിയിൽ മുസ്തഖബിൽ സജ സജ്ജ് ആണോ? അവിടെ രണ്ട് ഫാസിലത്ത് ഉണ്ടോ ജിനാസാണ്. ഏതാണെന്നറിയോ? എനിവൺ? ജിനാസാണ്. ഹദീസ് ബദിയ ജിനാസ്. പക്ഷെ ഹദീസ് ഒന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. ഖൈര് ക്ലിയർ അല്ല സാറ് പറയും. ജിനാസ് ഒയറുത്താമു. അല്ലല്ല, ജിനാസ് അല്ലല്ലോ. ഇവിടെ ഖൈലും ഖൈറും ഒരുപോലെ വരുന്നില്ലേ? സജ അല്ലേ? രജല്ല അപ്പൊ സാറ് പോയോ? സജ്ജാണല്ലോ അവസാന ഭാഗത്ത് വരണ്ടേ? ഇത് ആദ്യം അവസാനല്ലേ വരുന്നു. ആ അത് ശരി. കൂട്ടാണല്ലോ. ഇനി തൗരിയാണോ? തിബാക്ക പറയുന്നു. ഇത് വല്ലാത്ത ക്വസ്റ്റ്യൻ ആയി പോയി. ജിനാസ് ആണ് ഇത്. ജിനാസ് തന്നെ ആയിരിക്കും. ആ ഹദീസ് ഉണ്ടെന്നാണോ? ഹദീസ് വന്നിട്ടുണ്ടല്ലോ, അപ്പൊ ജിനാസ് ആയിരിക്കും. ജിനാസ് ഒയറുത്താമു. സാറവിടെ പോയി. സാറ് പോയോ? എല്ലാരും പോയാ? ഇല്ല പോയിട്ടില്ല. ഓയറുത്താമായിരിക്കും പെടല. കാരണം ജിനാസ് ഒന്നോ അതാ ജിനാസ് ഒന്നോ. രണ്ട് ഒരുപോലെ ഉണ്ട്. സാറിന്റെ മൈക്ക് മ്യൂട്ടാണ്. അറിയാതെ മ്യൂട്ടായി പോയതാണോ? സാർ പറയുന്നുണ്ടോ? സാറ് സ്ക്രീനിൽ നിൽക്കുന്നത്. സാറിന്റെ മൈക്ക് മ്യൂട്ടാണ്. ഓയറുത്താമ മറ്റേത് കൊടുത്തിട്ടില്ല. ജിനാസ് എന്റെ മൈക്ക ആരോ മ്യൂട്ട് ആക്കിയതാണ്. ഞാൻ കുറെ നേരം സംസാരിക്കുന്നുണ്ട്, നിങ്ങളൊന്നും കേൾക്കണില്ലല്ലേ? അതാ ഞാൻ പറഞ്ഞ അറിയാതെ മ്യൂട്ടായി തോന്നുന്നു. അത് ഞങ്ങള് എനിക്കറിയില്ല. കേട്ടില്ല. ഞാൻ സ്ക്രീൻ ഓൺ ആക്കിയോണ്ട് ഒന്നും അറിയില്ല. ഓക്കെ. ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? കേൾക്കണില്ലേ? ഇപ്പൊ സാർ തുടർന്നോളൂ. ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് ജിനാസാണ്. അപ്പൊ നിങ്ങളൊന്ന് കേട്ടിട്ടുണ്ടാവില്ലല്ലേ? ഇല്ല, ഞങ്ങള് സാർ പോയി. ഇതെന്താന്ന് വെച്ചാലേ, നമുക്ക് ഇത് സജ് ആണെന്ന് വെക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? രണ്ട് വരി വേണം. അതിവിടെ ഇല്ലല്ലോ. ഒരു വരിന്റെ അവസാനം രണ്ടാമത്തെ വരിന്റെ അവസാനം, അല്ലെങ്കിൽ രണ്ട് ബൈത്ത് വേണം. ഒരു ബൈത്തിന്റെ അവസാനം രണ്ട് ബൈത്തിന്റെ അവസാനം. അപ്പൊ നമുക്ക് സജ് എന്ന് വെക്കാൻ കഴിയൂല. രണ്ട് കാര്യങ്ങൾ വേണം. പിന്നെ നമുക്ക് ഉള്ള എന്താണ്? ഒരേപോലെ വന്നു ഖൈല് അതുപോലെ ഖൈർ. ഇവിടെ നൗഉൽ ഉറൂഫാണ് വ്യത്യാസം വന്നത്. ജിനാസ് വൈർ താമാണ്. ഒന്ന് ഹാ യാ ലാമ്, ഒന്ന് ഹാ യാ റാ. ഖൈല് ഖൈർ. ഓക്കെ. ഇതും ബലാത്തുൽ വാദിഹയില് ജിനാസിന്റെ ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അതോ പറഞ്ഞത് അതിലുള്ള ഉദാഹരണം വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളത്. ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം ഉദാഹരണങ്ങള്. ഓക്കെ, നോക്കാം. ഓക്കെ, അടുത്തത് അയ്യത്തശാബഹൽ ലഫ്ലാനി ഫി നൗഇൽ ഉറൂഫി വഅദദിഹ വശക്ലിഹ വതർതീബിഹ വയഖ്തലിഫാനി ഫിൽ മാന. നമുക്കറിയാം ഏതാണ്? എല്ലാ രൂപമാണ്. ഓക്കെ. അടുത്തത് തഅമ്മൽ ഫി ശിഅരിൽ ആതി. ഒരു ബൈലു സ്വഫായി അസ്വഹായിഫ് ഫി മുതൂനിഹിന്ന ജിലാഉ ശക്കി വറൈബ്.
ഇവിടെ പിന്നെ ഫൽ ജിനാസ് വൈറുത്താമുൻ ലിൽ ബൈൻ ലഫ്ളത്തൈ അസ്വഫാഇഹി വസ്വഹായിഫ് ല്ലേ. സ്വഫായിഹ് എന്ന വേർഡ് ഉണ്ട്, സ്വഹായിഫ് എന്ന, ഈ രണ്ട് സംഭവം എന്ത് ചെയ്തു? ജിനാസ് വൈറുത്താമായിട്ട് നല്ല ക്വസ്റ്റ്യൻ മാസ്റ്റർ ആണ്, നമുക്ക് നല്ല രൂപത്തിലൊക്കെ പറഞ്ഞതാണ്. ഇത് വൈറുത്താമാണ്, ഏതിലാണ് ജിനാസ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് നൗവൽ ഉറൂഫ് ആണോ, അതതാണോ, ഷെക്കിലാണോ, തർത്തീബാണോ എന്നുള്ളതാണ് ചോദ്യം. നോവൽ ഹുറൂഫ് അല്ലേ? തർത്തീബുൽ ഹുറൂഫ് അല്ലേ? തർത്തീബാണ്. ആണോ അതോ തർത്തീബ്. തർത്തീബാണോ? തർത്തീബാണ്. തർത്തീബുൽ ഹുറൂഫ്. തർത്തീബല്ല, തർത്തീബാണ്. കാരണം രണ്ടിലും എല്ലാ അർഫുകളും രണ്ടിലും ഉണ്ട്, പക്ഷെ അതെ. അതിന്റെ ഓർഡർ എന്ത് ചെയ്തു? വ്യത്യാസപ്പെട്ടു. ഓ നമ്മൾ നേരത്തെ ബൈന ബനി എന്നൊക്കെ പറഞ്ഞല്ലോ, അതേപോലെ ബൈന ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞില്ലേ, അതിന് അതേപോലത്തെ ഉദാഹരണമാണ് സഫായി സ്വഹായിഫ് എന്നുള്ളത്. അപ്പൊ എന്താണ്? തർത്തീബുൽ ഹുറൂഫാണ് ഇവിടെ, അതിന്റെ തർത്തീബ് സാറേ വ്യത്യാസപ്പെട്ടു. ഒന്നിലെ സഫാഇഹ അല്ലേ, ഹ അല്ലേ വരുന്നത്, മറ്റേതിൽ ഫായു അല്ലേ? അതിന് അവസാനം ഫാണ്ട് ഇപ്പുറത്തില്, രണ്ടിലും ഫാണ്ടല്ലോ. രണ്ടിലും ഫാവില്ലേ? അപ്പല്ലേ സാറേ, ഒരു ലൈനിൽ തന്നെ നമ്മൾ നോക്കിയാൽ മതി. രണ്ട് വേർഡ് രണ്ട് ലൈനിൽ നോക്കലല്ല. അല്ല സജീവന് രണ്ട് ലൈന് അല്ല, അത് സജീവനാണ് പറഞ്ഞത്. ഈ ജിനാസ് നമുക്കിപ്പോ തൊട്ടടുത്ത് തന്നെ വരാം, മനസ്സിലായ? അപ്പോ ഒരു ഉദാഹരണം എന്ത്, നഹാക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ബൈന ബനി ഇസ്രായേലി, അത് ഒറ്റ വേർഡല്ലേ? അതെ. സജീവനാണ് പറഞ്ഞത് രണ്ട് വേർഡ് രണ്ട് സെന്റൻസ് വേണമെന്നുള്ളത്. ഇത് തൊട്ടടുത്ത് തന്നെ വരാം. നമ്മള് മലയാളത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത്, ഇല്ലേ? മലയാളത്തിൽ ഉപയോഗിക്കല്ലേ നമ്മള് ഇത് ജിനാസ്? നമ്മള് മാനം എന്ന് പറഞ്ഞ മാനം എന്ന് പറഞ്ഞ മാനം, ആകാശം, ആകാശം എന്നാ, പിന്നെ അഭിമാനം, അഭിമാനം. രണ്ടും മാനം തന്നെയാണ്. പക്ഷെ എന്താണ്? അതെ, അതേ സംഭവം തന്നെ. ഇതൊക്കെ മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കണ സംഭവം തന്നെയാണ്. അങ്ങനെ ഇതെങ്ങനെയാണ് തർത്തീബുൽ ഉറൂഫ് വന്നതെന്ന് പറഞ്ഞുതരും എനിക്ക്? തർത്തീബ് എന്ന് പറഞ്ഞാല് ഒന്നെങ്ങനെയാണ്, ഒന്നിന്റെ തർത്തീബ് എങ്ങനെയാണ്? സ്വാദ്, ഫാ, ഹംസ, ഹ. രണ്ടാമത്തെ എങ്ങനെ? സ്വാദ്, അതിനുശേഷം ഫ അല്ല ഹ ആണ്, മനസ്സിലായോ? അവസാനത്തിൽ ഒന്നാമത്തെ ഹ ആണ്, രണ്ടാമത്തെ ഏതാണ്? ഫ ആണ്. അതിന്റെ ഓർഡർ എന്ത് ചെയ്തു? വ്യത്യാസപ്പെട്ടു. നമ്മൾ നേരത്തെ ബൈന ബനി എന്നൊക്കെ പറഞ്ഞല്ലോ, ബ യാ നൂന്. അത് പിന്നെ ബനി എന്നായപ്പോ എന്തായി? ബ നൂന് എന്നായി, മനസ്സിലായോ? അല്ല, അപ്പൊ അത് അതദുൽ ഉറൂഫ് ഒന്ന് തന്നെയല്ലേ? അറഫുകളുടെ എണ്ണം ഒരേപോലെ തന്നെയല്ലേ കിടക്കുന്നത്? അതദുൽ ഉറൂഫ് സെയിം ആണ്. ഇവിടെ അത് രണ്ടും ആയിട്ട് വരില്ല? അതദുൽ ഉറൂഫും ആണ് തർത്തീബുൽ ഉറൂഫും ആയിട്ട് വരും അത്? ഏത്? ഇല്ല, അതത് മാറുമ്പോ അല്ലേ അതത് ഹുറൂഫ് വരുന്നത്. ഇതിപ്പോ എങ്ങനെ വരുന്നത്? അതത് ഒരേ അതതല്ലേ വരുന്നത്? സ്വഫായിഫിന്റും സ്വഹായിഫിന്റും ഓർഡർ മാത്രമല്ല മാറ്റുള്ളൂ. അതെ, ആ 4 കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് വ്യത്യാസപ്പെട്ട ജിനാസ് വൈറുത്താമ എന്ന് പറഞ്ഞത്. അല്ലാതെ 4 വ്യത്യാസപ്പെടേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒന്ന് എന്നാണ് പറഞ്ഞത്. ഇവിടെ ഏത് വ്യത്യാസപ്പെട്ടു? തർത്തീബ് വ്യത്യാസപ്പെട്ടു. അല്ലാതെ എല്ലാതും വ്യത്യാസപ്പെട്ടാൽ നമുക്ക് അത് ജിനാസ എന്ന് പറയാൻ തന്നെ പറ്റില്ലല്ലോ. എല്ലാം വ്യത്യാസപ്പെട്ടാൽ അത് നമ്മൾ ജിനാസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഏതെങ്കിലും ചെറിയ വ്യത്യാസം വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയാ? ജിനാസ് വൈറുത്താമ എന്ന് പറയാം, മനസ്സിലായോ? ഓക്കെ, അടുത്തുണ്ടോ? സമ്മൈതുഹു യഹിയ ലി യഹിയ ഫലം യകുൻ. ഇത് എന്തിനുള്ള ഉദാഹരണമാണ്? ഇത് എന്തിനുള്ള ഉദാഹരണം അറിയോ? ഇലാ റദ്ദി അംരില്ലാഹി ഫീഹി സബീൽ. ഇക്തിബാസ്. ഏതാണ്? ജിനാസ്. ജിനാസാണ്. ഞാൻ അവന് പേര് വെച്ചു, യഹിയാന്ന് പേര് വെച്ചു. അപ്പൊ ഒന്നാമത്തെ യഹിയ എന്നുള്ള പേരാണ്. രണ്ടാമത്തെ എന്താ? ലി യഹിയ, അത് ഫീലാണ്, നിയുക്തിക്കാൻ. രണ്ടാമത്തെ. അപ്പൊ ഒന്നാമത്തെ യഹിയന്റെ ഉദ്ദേശം ഒരാളെ പേരും, രണ്ടാമത്തെ യഹിയന്റെ ഉദ്ദേശം ഒരാളുടെ ഒരാളുടെ ഫീലുമാണ്. ഓക്കെ, അപ്പൊ അത് ജിനാസാണ്.
ഇനി താഴെ കൊടുത്ത ഇതില് പിന്നെ ജിനാസ് ഏതാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത്. ഏതാണ് അറിയോ? നമ്മൾ നേരത്തെ ചർച്ച ചെയ്തൊരു സെന്റൻസ് ഇതിലുണ്ട്. ഏതാണ്? ഖൈലും അപ്പൊ മനസ്സിലായല്ലോ, ഈ ഉദാഹരണം ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ബലാത്തുൽ ഖദിയയിൽ ഉള്ളതുമാണ്. ഓക്കെ, അൽ ഖൈലു മഅഖൂദുൻ ബിനവാസിൽ ഖൈർ എന്നുള്ളത്. ഓക്കെ, അടുത്ത ഇന്നൽ ബുക്കാഹു ഷിഫ മിനൽ ജവാ ബൈനൽ ജവാനിഹി. നമ്മൾ ഞാൻ ചർച്ച ചെയ്തു. ഏതിന്റെ ഉദാഹരണമാണ്? റബ്ബ്. ജിനാസ് ഗൈറുത്താം അതതിൽ വ്യത്യാസം. ജിനാസ് വൈറുത്താമാണ്. അതദുൽ ഉറൂഫ് എന്തുണ്ട്? വൈറുത്താമാണ് അതദുൽ ഉറൂഫ്. അടുത്തത് കൂട്ടത്തിൽ പെടാത്ത ഏതാണ്? ഇക്തിബാസ്, സജിഅ, തിബാക്ക്, ജിനാസ്. ഏതാണ്? മൂന്നെണ്ണം മുഹസനാത്തുൽ ലഫ്ലിയാണ്. തിബാക്ക് എന്താണ്? മുഹസനാത്തുൽ മഅനവിയ. യത്ലമൽ കലാമു ശൈഇ മിനൽ ഖുർആനി അവൽ ഹദീസി ലാ അലാ അന്നഹു മിൻഹു. ഖുർആൻ ഹദീസിനും ഏതെങ്കിലും ഭാഗം നമ്മളെ ഇക്തിബാസാണ്. ഓക്കെ, ഇക്തിബാസ് എന്ന് പറയുന്നത് ഏത് ടൈപ്പിൽ പെട്ടതാണ് നമുക്കറിയാലോ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഓരോ ഇൽമിലും എന്താണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളത്. ചിലപ്പോ അടുത്ത ചോദ്യം എങ്ങനെ ആയിരിക്കും? തശ്ബീഹു എന്നുള്ളത് ഏതിൽ പെട്ടതാണ്? തശ്ബീഹ് ഏതിൽ പെട്ടതാ? അങ്ങനെ എന്ത് ചെയ്യണം? നമ്മൾ ബയാനിൽ എന്താണ് ചർച്ച ചെയ്യണത്, മഅനിൽ എന്താണ് ചർച്ച ചെയ്യുന്നത്, ബദീഇൽ എന്താണ് ചർച്ച ചെയ്യുന്നുള്ളത്, ആ ഒരു അന്തം നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇക്തിബാസ് ഇൽമുൽ ബദീഇൽ പെട്ടതാണ്. ഇമ്പോർട്ടന്റ് അല്ലല്ലോ. ഓക്കെ, ബയാനും പിന്നെ ബദീഉമാണ് കൂടുതൽ നമുക്ക് ചോദ്യം വരാൻ സാധ്യതയുള്ളത്. ഏത്? തശ്ബീഹും അതേപോലെ ഈ സംഭവം ബദീഉം. കൂടുതൽ ബദീഉം ബയാനും ചോദ്യങ്ങൾ ഉണ്ടാവാറുള്ളത്. ബയാനും ബദീഉം. ഓക്കെ, അടുത്തെന്താണ്? ഇങ്ങനെ ഒരാൾ പറഞ്ഞാല് അത് ഏതൊരു ഉദാഹരണമാണ്? അതെ. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്തത് ലൈസ മിൻ അസാലിബിൽ മുഹസ്സൻ. അപ്പം ഇനി നമ്മൾ രണ്ടാമത്തെ പാർട്ടിലേക്കാണ്. പെട്ടെന്ന് പോകാം, ടൈം 1 മണിക്കൂർ ആവാനായി. ലൈസ മിൻ അസാലി മുഹസ്സനാത്തുൽ മഅനവിയ. മുഹസ്സനാത്തുൽ മഅനവിയ ഓക്കെ, അടുത്തത് നമ്മളെ കൂട്ടത്തിൽ പെടാത്തത് ഓരൽ മുത്തജാനിസ് ഏതാണെന്നുള്ള? ജിനാസ്, തിബാക്ക്, മുഹസ്സനാത്തുൽ മഅനവിയാണ് തിബാക്ക്. ബാക്കി മൂന്നും ലഫ്ലിയാണ്. അടുത്തത് ലഫ്ലുൻ, ഒരു ലഫ്ലിനെ പറയപ്പെടലാണ്. ലഹു മഅനയാൻ, ആ ലഫ്ലിന് 2 മീനിങ് ഉണ്ട്. അഹദുഹുമ കരീബൻ, ഒന്നാമത്തെ അർത്ഥം വളരെ കരീബായിരിക്കും, ലോഹിറായിരിക്കും, പക്ഷെ വൈറു മുറാദായിരിക്കും, അത് കവി ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. അല്ലെ, അത് കവി ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. വസ്താനി, രണ്ടാമത്തേതോ ബഈദുൻ, അത് ഒരു ബഈദായിട്ടുള്ള അർത്ഥമാണ്. ഖഫിയുൻ, ലോഹിർ അല്ല, വളരെ ഖഫിയാണ്, പക്ഷെ അതായിരിക്കും ഹുവൽ മുറാദു, അതായിരിക്കും ഈ പറഞ്ഞ ആൾ ഉദ്ദേശിച്ചത്. മാ ഹുവ, അറിയാലോ ഏതാണ്? ഇതാണ് ഞാൻ പറഞ്ഞത്. ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. തൗരിയന്റെ ഡെഫിനിഷൻ, ഓരോന്നിന്റെയും ഡെഫിനിഷൻ നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. തൗരിയത്തിന്റെ ഡെഫിനിഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ മുഹസ്സനാത്തുൽ മഅനവിയയില് ധാരാളം കാര്യങ്ങൾ ഉണ്ട് കേട്ടോ. അതിൽ ഈ 3 മാത്രം നിങ്ങൾ ഇപ്പൊ കേട്ടിട്ടിന് ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രധാനമായിട്ട് ഈ 3 ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, തൗരിയ, അത്തിബാക്ക്, അൽ മുഖാബല. ഇതില് തൗരിയ എന്ന് പറഞ്ഞാല് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. മുത്തക്കല്ലിം, ഒരു മുത്തക്കല്ലിം എന്ത് ചെയ്യുക? പറയലാണ്. ലഫ്ലൻ, ഒരു ലഫ്ലിനെ പറയാം. ലഫ്ലൻ മുഫ്രദൻ, ഒരു മുഫ്രദായിട്ടുള്ള ഒരു ലഫ്ലിനെ പറയലാണ്. ലഹു മഅനയാൻ, അതിന് 2 അർത്ഥങ്ങൾ ഉണ്ടാവും. ഖരീബുൻ, ലോഹിറുൻ, അതിന് ലോഹിറായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു അർത്ഥം ഉണ്ടാവും. പക്ഷേ ഒരു മുറാദിൻ, അതെന്തായിരിക്കും? അവരുദ്ദേശിക്കപ്പെടാത്ത ഒരു അർത്ഥമായിരിക്കും. ബഈദുൻ, അതിന് വേറൊരു അർത്ഥമുണ്ട്. അതൊരു ബഈദായിരിക്കും, ഖഫി ആയിരിക്കും. പക്ഷേ ആ ബഈദും ഖഫിയുമായിട്ടുള്ള കാര്യമായിരിക്കും ആര് പറയുന്നത്?
ഹുവൽ മുറാദു, അതായിരിക്കും പറഞ്ഞ ആള് ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മൾ പിന്നെ മലയാളത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ചില കാര്യം പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും, അത് വേറെ തോന്നും, പക്ഷെ നമ്മൾ ഉദ്ദേശം എന്തായിരിക്കും, വേറെ ആയിരിക്കും അല്ലെ. ഇതേ സംഭവം തന്നെയാണ് തൗരിയത്ത് എന്ന് പറയുന്നത്. കാല സിറാജുദ്ദീൻ വറാഖ്, അദ്ദേഹം പിന്നെ ഈ കവിതയെ പറ്റിയിട്ട്, ഈ കവിത പാടുന്ന ആളുകളെയും കവിതയൊക്കെ ആൾക്കാർക്ക് ഒരു വെറുപ്പുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോ ആ കാലത്തിനെ പറ്റിയിട്ട് പിന്നെ ഈ സിറാജുദ്ദീൻ വറാഖ് എന്ന ആളിങ്ങനെ ബൈത്ത് ഇങ്ങനെ അസൂനു അദിയമ വജിഹി അൻ ഉനാസിൻ, അതായത് ഞാൻ എന്റെ മുഖത്തെ സംരക്ഷിക്കുന്നു ജനങ്ങളെ തൊട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ലിഖാ ഉൽ മൗത്തി ഇന്ദഹുമുൽ അദീബു വറബ്ബു ഷിഅരി ഇന്ദഹും ബഗീൽ, അവരടുക്കല് കവിത എഴുതുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ബഗീലാണ് അവർക്ക് നല്ല എന്താ പറയാ, ബഗീൽ വെറുപ്പും ദേഷ്യമൊക്കെ ഉള്ള ആ ടൈപ്പാണ് കവികള്. എന്നിട്ട് ഈ അദ്ദേഹം പറയണെന്ത്, വലോ വാഫാ ബിഹി ലഹും ഹബീബു എന്ന് പറയുന്നത്. അപ്പൊ ബഗീൽ എന്ന് പറഞ്ഞ എന്താണ്, വളരെ ദേഷ്യമുള്ള വെറുപ്പുള്ള ആളുണ്ടല്ലോ, അതിന് ബഗീൽ എന്ന് പറയാം. വലോ വാഫാ ബിഹിം ലഹും ഹബീബു എന്ന് പറയുമ്പോ ഒന്നാമത്തെ വരിയിൽ ബഗീൽ വളരെ വെറുപ്പുള്ള അല്ലെങ്കിൽ ദേഷ്യമുള്ള ആള് എന്ന് പറയുന്നതോട് കൂടെ രണ്ടാമത്തെ വരിയിൽ ഹബീബ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ കരുതുക, സ്വാഭാവികമായിട്ടും വെറുപ്പുള്ള ആള് അതിന്റെ ഓപ്പോസിറ്റ് സ്നേഹിക്കപ്പെടുന്ന ആള് അല്ലെ, ആ ഉദ്ദേശത്തില് പറയാം. എന്നാൽ ഇവിടുത്തെ ഹബീബ് എന്നതിന് ഉദ്ദേശം ആരെങ്കിലും ഈ ഉദാഹരണം മുമ്പ് പഠിച്ചിട്ടുണ്ടോ? അബൂതമാമിനെ കുറിച്ചിട്ടല്ലേ? അതെ, ഹബീബിനു ഔസു, ഹബീബ് ഓരോ ഔസ് എന്ന് പേരാണ്. പറഞ്ഞല്ലേ. അതെ, ഇവിടെ പക്ഷെ ഇവിടെ എന്താ വെച്ചാല്, ഇവിടെ ഇതൊക്കെ കവികൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്നതിന് കേട്ടോ, അല്ലാതെ ഇത് ഇത്തിഫാക്കായിട്ട് ആണ്ട് വന്നതല്ല. ഇതൊക്കെ അവര് പിന്നെ ഇത് മുഹസനാത്തായിട്ട് ഉപയോഗിക്കുന്നതാണ്, എങ്ങനെ ഈ തൗരിയത്തൊക്കെ. അപ്പൊ ഇവിടെ ബഗീൽ എന്ന് ഒന്നാമത്തെ വരിയിൽ കാണുമ്പോൾ രണ്ടാമത്തെ വരി അതേ അതിന്റെ ഓപ്പോസിറ്റ് ഹബീബ് എന്ന് കാണും. പെട്ടെന്ന് ബഗീലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹബീബാണെന്ന് നമുക്ക് എന്ത് ചെയ്യും, കരീബായിട്ടുള്ള ലോഹിറായിട്ടുള്ള അർത്ഥം തോന്നും. പക്ഷെ ഇവിടെ ബഈദും ഹഫിയുമായിട്ടുള്ള അർത്ഥം ഏതാണ്, ഹബീബു നൗസുത്വ എന്ന് പറയുന്ന അബൂത്തമാമാണ്. അപ്പൊ അബൂത്തമാമാണ് അവർക്ക് പിന്നെ കവിത പാടി കൊടുക്കാന്നുണ്ടെങ്കിലും അവർക്ക് എന്തായിരിക്കും, വറബുശ്ശിഅരിന്തഹും ബഗീലു, അവർക്ക് അതും അവർക്ക് വെറുപ്പായിരിക്കും, ദേഷ്യമായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഏതിന്റെ ഉദാഹരണമാണ്, തൗരിയത്തിന്റെ ഉദാഹരണമാണ്. അടുത്തൊരു ബൈത്ത് തന്നെ നസീറുദ്ദീൻ ഹമാമിയുടെ ബൈത്താണ്, അബിയാത്തു ഷിറുകൽ കുസൂരി വലാ കുസൂർ ബിഹായി എന്നിട്ട് പറഞ്ഞിട്ട് വമിനൽ അജാഇബി, ഒരാളെ പിന്നെ കവിതയെ പറ്റിയിട്ട് ഇങ്ങനെ പറയാണ്. വമിനൽ അജായിബി, അജായിബിൽ പെട്ടതാണ് ലഫ്ലുഹ, അതിന്റെ ലഫ്ല്. പിന്നെ ഹുറുൻ, അത് വളരെ സ്വതന്ത്രമാണ്. അല്ലെ, ഹുറ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം, നമ്മള് സ്വതന്ത്രനായിട്ടുള്ള ആൾക്കാണ് നമ്മള്, സ്വതന്ത്രനായിട്ടുള്ള ആൾക്ക്. ഇപ്പൊ നമ്മളൊക്കെ ഹുറാണ്. റക്കീഖൻ അർത്ഥം എന്താണ്, നമുക്ക് ഹുറിന്റെ ഓപ്പോസിറ്റ് റക്കീഖ് ഉണ്ട്. എന്താർത്ഥം, അടിമക്ക് നമ്മൾ എന്ത് പറയും, അടിമക്ക് റക്കീഖ് പറയും. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മള് ഹുറുൻ സ്വതന്ത്രനാണ്, റക്കീഖുൻ. അപ്പം ഹുറ് കാണുന്ന ഒരാൾ പെട്ടെന്ന് കരുതും എന്ത്, അദ്ദേഹത്തിലെ കരീബുൻ ലോഹിറുമായിട്ടുള്ള ഒരാൾ കരുതും അവിടെ അദ്ദേഹം റക്കീഖ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്, അടിമ എന്ന ഉദ്ദേശമായിരിക്കും തോന്നും. പക്ഷെ റക്കീഖ് എന്നതിന് അടിമ എന്നൊരർത്ഥമുണ്ട്, അതിനപ്പുറം വേറൊരു അർത്ഥമുണ്ട്. ആർക്കെങ്കിലും അറിയോ റക്കീഖ് എന്നുള്ള ഒരു വേർഡിന്? ഭയമുള്ളവെന്നോ? മയമുള്ളത്, സോഫ്റ്റ് ആയിട്ടുള്ളത്. നമ്മള് സോഫ്റ്റ് ആയിട്ട് ചില അതെ, സോഫ്റ്റ് എന്നൊരു അർത്ഥം റക്കീഖിനുണ്ട്. അപ്പൊ ഇവിടെ കവി ഉദ്ദേശം എന്താണ്, അതിന്റെ ലഫ്ള് എന്ന് പറയുന്നത് സ്വതന്ത്രമാണ്, റക്കീഖുൻ, അതിന്റെ ആശയങ്ങള് വളരെ സോഫ്റ്റ് ആണ് എന്നുള്ള. പക്ഷെ പെട്ടെന്ന് ഹുറുൻ റക്കീഖുൻ എന്ന് കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും, കരീബായിട്ട് നമുക്ക് തോന്നും അത് ഹുറിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റക്കീഖാണെന്ന് തോന്നും. ഇങ്ങനെ നമുക്ക് ഒരു കലിമത്തിന് രണ്ടർത്ഥം ഉണ്ടാവും, അത് കരിയും ബഈദും ഉണ്ടാവും. അങ്ങനെ വരുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ തൗരിയത്ത് എന്ന് പറയുന്നത്. ഓക്കെ, കുറെ ഉദാഹരണങ്ങളുണ്ട്, സമയം കുറവായതുകൊണ്ട് പിന്നെ കുറച്ചതാണ്. അപ്പൊ ഇതാണ് തൗരിയത്ത്. രണ്ടാമത്തെ തിബാക്കാണ്. തിബാക്ക് എന്ന് പറഞ്ഞാല് അതിന്റെ ഉദാഹരണമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഉദാഹരണം നമുക്ക് എന്ത് ചെയ്യാം, കായിക നോക്കിയിട്ട് നമുക്ക് ഉദാഹരണത്തിലേക്ക് വരാം, അതാവും നല്ലത്. തിബാക്ക് എന്ന് പറഞ്ഞാല് അൽ ജംഉ ബൈന ശൈഇ വളിദ്ദിഹി ഫിൽ കലാമി, ഒരു കലിമത്ത്, ഒരാളുടെ സംസാരത്തില് ഒരു പിന്നെ കാര്യത്തിന്റെ എന്ത് വരിക, അതിന്റെ ഓപ്പോസിറ്റ്
ഒരു കാര്യം വരിക, അതിന്റെ ഓപ്പോസിറ്റും വരിക. ഇങ്ങനെ ഒരാളുടെ കെലിമത്തില് ജംഅ ചെയ്തു വരുന്നതിനാണ് തിബാക്ക് എന്ന് പറയുന്നത്. ഈ തിബാക്കിന്റെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കുക. വഹുവ നൗആനി, ഇത് 2 നൗ ഉണ്ട്. ഇത് മാറിപ്പോരുത് ഒരിക്കലും. എന്താന്ന് വെച്ചാല് തിബാക്കുൽ ഈജാബ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നമുക്കറിയാം, ഈജാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് എന്നൊരർത്ഥമുണ്ടല്ലോ. പക്ഷെ ഇവിടെ ഈജാബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വഹുവ മാലം യഖ്തലിഫ് ഫീഹി ലിദ്ദാനി ഈജാബൻ വസൽബൻ. ആ സെൽബൻ എന്ന പോയിന്റ് വളരെ അടിവരയിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്താന്ന് വെച്ചാല് ഒരു പോസിറ്റീവായ സെന്റൻസ് മാത്രമല്ല തിബാക്കുൽ ഈജാബ് ആകുക, മറിച്ച് നമ്മൾ 2 കാര്യം ഒരു കാര്യം അതിന്റെ ഓപ്പോസിറ്റും പറയാലോ. ഇത് ഒന്നിരിക്കൽ എന്താവും? 2 സെന്റൻസും പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ 2 സെന്റൻസും നെഗറ്റീവ് ആയിരിക്കും. ഇങ്ങനെ 2 സെന്റൻസും ഒരേ രൂപത്തിൽ വന്നാൽ അത് പോസിറ്റീവ് ആവട്ടെ അല്ലെങ്കിൽ നെഗറ്റീവ് ആവട്ടെ, 2 രൂപത്തിൽ വന്നാലും അതിനെന്താണ് പറയാ? തിബാക്കുൽ ഈജാബ് എന്നാണ് പറയാ. അല്ലാതെ പോസിറ്റീവ് സെന്റൻസ് മാത്രം 2 വന്നാൽ തിബാക്കുൽ ഈജാബ് എന്നല്ല. 2 പോസിറ്റീവായി വരിക അല്ലെങ്കിൽ 2 നെഗറ്റീവായിട്ട് വന്നാൽ അത് നമ്മൾ എന്ത് പറയും? തിബാക്കുൽ ഈജാബ് എന്ന് പറയും. അതിന്റെ ഉദാഹരണം ഇപ്പോ നമുക്ക് ഇവിടെ കണ്ടോ, തഹ്സബുഹും ഐഖാലൻ വഹും റുക്കൂദ്. ഇവിടെ എന്താണ്? 2 സെന്റൻസും 2 കാര്യം എന്താണ്? ഐഖാലൻ, അത് റുക്കൂദ് എന്നുള്ളത് രണ്ടും എന്താണ്? ഉണർന്നിരിക്കുക അല്ലെങ്കിൽ ഉറക്കം. ഈ 2 കാര്യങ്ങളും എന്താണ്? പോസിറ്റീവായിട്ട് തന്നെ ഉറങ്ങുക അല്ലെങ്കിൽ ഉണർന്നിരിക്കുക. 2 എന്തല്ല? നെഗറ്റീവായിട്ടല്ല പറഞ്ഞത്. അതായത് ഉറങ്ങുകയല്ലാന്നോ അല്ലെങ്കിൽ ഉണരുകയല്ല അങ്ങനെയല്ല പറഞ്ഞത്. 2 പോസിറ്റീവായിട്ട് പറഞ്ഞു. അത് തിബാക്കുൽ ഈജാബാണ്. ഓക്കെ. പക്ഷെ താഴത്തെ ഉദാഹരണം കണ്ടോ, യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. അതെന്ത് ചെയ്തു? ഒന്നാമത്തെ സെന്റൻസ് പോസിറ്റീവ് വന്നു, 2ാമത്തെ സെന്റൻസ് നെഗറ്റീവ് വന്നു. ഇവിടെ എന്ത് ചെയ്യില്ല? 2ഉം യോജിച്ചിട്ടില്ല. മനസ്സിലായോ? ഒന്നുകിൽ 2ഉം പോസിറ്റീവ് ആകുക അല്ലെങ്കിൽ 2ഉം നെഗറ്റീവ് ആകുക. അങ്ങനെ വന്നാൽ തിബാക്കുൽ ഈജാബ് എന്ന് പറയും. പക്ഷെ 1 പോസിറ്റീവും 1 നെഗറ്റീവും ആയിട്ട് വന്നാൽ അതിന് നമ്മൾ എന്ത് പറയും? തിബാക്കു സെൽബ് എന്ന് പറയും. തിബാക്കു സെൽബ് എന്ന് പറഞ്ഞാൽ വഹുവ മാ ഇഖ്തലഫ ഫീഹി ലിദ്ദാനി ഈജാബൻ വസൽബൻ. അതായത് 2 ലിദ്ദുകൾ, 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? 1 പോസിറ്റീവായിട്ട് വരിക, 1 നെഗറ്റീവായിട്ട് വരിക. അങ്ങനെ വന്നാൽ അതിന് നമ്മൾ തിബാക്കു സെൽബ് എന്ന് പറയും. ഉദാഹരണമാണ് യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. ഇവിടെ ഒന്നാമത്തെ യസ്തഖ്ഫൂന എന്ന് വന്നു, 2ാമത്തെ ലാ യസ്തഖ്ഫൂന എന്ന് വന്നു. അല്ലാതെ തിബാക്കുൽ ഈജാബ് എന്ന് പറഞ്ഞാൽ വെറും പോസിറ്റീവ് വരിക എന്നുള്ളതല്ല. തിബാക്കുൽ ഈജാബ് എന്ന് പറഞ്ഞാൽ 2ഉം പോസിറ്റീവ് ആകാം. അതായത് പോസിറ്റീവ് ആയിരിക്കും ലിദ്ദും ആയിരിക്കും, അങ്ങനെയാണോ? എങ്ങനെ? അതായത് പോസിറ്റീവ് ആയിരിക്കും പക്ഷെ അത് വിപരീതമായിരിക്കും. 2ഉം ലിദ്ദായിട്ട് തന്നെ വരുള്ളൂ. മനസ്സിലായോ? പോസിറ്റീവ് 2ഉം നെഗറ്റീവും ആവാം. പോസിറ്റീവ് നെഗറ്റീവ് മീൻസ് എന്താണ്? സെന്റൻസുകൾ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മള് നെഫ്യൂ ഉപയോഗിക്കൂലേ, ഫഅല മാഫഅല എന്ന് പറയില്ലേ, അതാണ് പറഞ്ഞത്. 2 സെന്റൻസും പോസിറ്റീവ് ആയിട്ട് വരിക അല്ലെങ്കിൽ 2 സെന്റൻസും നെഗറ്റീവ് ആയിട്ട് വന്നാൽ അത് നമ്മൾ തിബാക്കുൽ ഈജാബ് എന്ന് പറയും. അല്ലാതെ പോസിറ്റീവ് ആവേണ്ട മാത്രല്ല ഈജാബ്. മനസ്സിലായോ? സെൽബൻ നിലക്ക് 2ഉം യോജിച്ച് വന്നാലും ആ തിബാക്കുൽ ഈജാബ് തന്നെയാണ്. പക്ഷെ 2ൽ 1 വ്യത്യാസപ്പെട്ടു. എങ്ങനെ? 1 പോസിറ്റീവ് 1 നെഗറ്റീവ്. ഇപ്പൊ യസ്തഖ്ഫൂന മിനന്നാസ് എന്ന് പോസിറ്റീവ് വന്നു, വലാ യസ്തഖ്ഫൂന നെഗറ്റീവ് ആയിട്ട് വന്നാൽ അങ്ങനെ വരുന്നത് മാത്രമാണ് എന്ത്? നമ്മൾ തിബാക്കു സെൽബ് എന്ന് പറയുന്നത്. ഓക്കെ. وهو الذي يتوفاكم بالليل ويعلم ما جرحتم بالنهار في كلمة جرحتم في الآية. ഇവിടെ ജറഹ്തും എന്നതിന്റെ ഉദ്ദേശം എന്താ അറിയോ? തൗരിയത്താണോ, തിബാക്കാണോ, ജിനാസാണോ, മുക്കാബിലാണോ? ഇത് തൗരിയല്ലേ? ഇത് തൗരിയാണ്. കാരണം ജറഹ എന്നുള്ളതിന് നമുക്ക് എന്തർത്ഥം വെക്കാം? ജറഹ്തു എന്ന് പറഞ്ഞാല് നമുക്ക് ഓപ്പറേഷനൊക്കെ വെച്ചൂടെ? മുറിവേൽപ്പിക്ക വെക്കാം. പക്ഷെ ഇവിടെ ശരിക്കും ജറഹ്തും എന്നുള്ള ഉദ്ദേശം എന്താണ്? പാപം ചെയ്യാൻ, തെറ്റ് ചെയ്യാൻ. അതെ. പക്ഷെ നമുക്കറിയാം, നമുക്ക് പെട്ടെന്ന് ജറഹത്തുന്ന് കണ്ടാല് എന്ത് ചെയ്യും? അവര് ആക്രമിക്കുക, നമ്മൾ ഫിസിക്കലായിട്ട് ചെയ്യാൻ തോന്നും. പക്ഷെ ഇവിടെ എന്താണ്? തെറ്റ് ചെയ്യാന്നുള്ളത് ശരിക്കും നമ്മൾ എന്താണ്? നമ്മളൊരു മുറിവേൽപ്പിക്കൽ തന്നെയാണ്. നമ്മളെ ഹൃദയത്തെ മുറിവേൽപ്പിക്കൽ തന്നെയാണ് എന്ത്? തെറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ ജറഹത്തും എന്നതിൽ നമുക്കൊരു കരീബായിട്ടുള്ള ലോകരായിട്ടുള്ള അർത്ഥമുണ്ട്. പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശം. ഇവിടെ ബഈദായിട്ടുള്ള ഖഫി ആയിട്ടുള്ള നമ്മുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുക എന്ന ഒരു ഉദ്ദേശമാണ്. തെറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് ഇവിടെ ജറഹത്തും എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഇതെന്താണ്? തൗരിയത്തിന്റെ ഉദാഹരണമാണ്.
ഓക്കെ, തൗരിയത്ത് ഏതിൽ പെട്ടതാണ് നമുക്കറിയാം, ഇൽമുൽ ബദീഇല് പെട്ടതാണ്. ഉൻറുറു ഇല അമാമിക്കും വലാ തൻറുറു ഇല വറായിക്കും. ഹാദിഹിൽ ജുംല ഇത് എന്തിനുള്ള ഉദാഹരണം എന്നറിയോ? മുഖാബല. ത്വിബാക്കാണത്. സെൽബിലല്ലേ? ഏതാണ്? മുഖാബല. സെൽബാണോ? വിഭാഗല്ലേ ഉള്ളൂറോ ഇല്ലാത്ത ഉള്ളൂറോ എന്ന് പറയുമ്പോ ഉൻറുറു വലാ തൻറുറു. സൽബിയ. തിബാഖ് സൽബിയ. അതെ. വിഭാഗ സെൽബ്. അമാമിക്കും വറായിക്കും ഇതുണ്ടല്ലോ. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ്. അമാമിക്കും വറായിക്കും തിബാക്കും. ഓക്കെ. അസ്സഹാബു യബ്കി വറൗലു യൽഹഖ്. ഇത് എന്തിനുള്ള ഉദാഹരണ? ഇത് തിബാഖ് സെൽബ്. വിഭാഗ സെൽബ്. റബ്ബ്. രണ്ടും പോസിറ്റീവ് രണ്ടും പോസിറ്റീവ്. ഞാൻ എക്സാമിന് പോയിട്ട് വേഗം ഞാൻ കാര്യം പറയാനുള്ളത്, നിങ്ങള് പെട്ടെന്ന് പോയിട്ട് നെഹവും ബലാഗൊന്ന് ആൻസർ ചെയ്യണ്ട. ഒരു 3 വട്ടെങ്കിലും ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിട്ടേ, നിങ്ങൾ എത്ര മഹാന്മാരാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നേരെ പോയിട്ട് ചെയ്യരുത്. നെഹവും ബലാഗ് നല്ലോണം ശ്രദ്ധിച്ച് 100% ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എന്ത് ചെയ്താൽ മതി, അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, ഇത് നെറ്റ് എക്സാം പോലെയല്ല. നെറ്റ് എക്സാമിന് ക്ലിക്ക് ചെയ്താലും നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലിക്ക് മാറ്റാൻ പറ്റും. ഇതങ്ങനെയല്ല, ബബിൾ ചെയ്താൽ പോയി, പിന്നെ മാർക്ക് കിട്ടൂല. അത് വളരെ ശ്രദ്ധിക്കാം. ഇവിടെ കരയുകയും ചിരിക്കുകയും കണ്ടപ്പോ. ഓക്കെ. ഉസ്ലൂബും ഫി ഇൽമിൽ ബദീൽ ജമ്മി ബൈന ശൈഇ വദ്ദിഹി ഫി കലാമിൻ വാഹിദ്. നമ്മളിപ്പോ പറഞ്ഞ താരീഫാണ്. തിബാക്കാണ്. ഇത് കണ്ടോ എത്ര എക്സാമിന് ചോദിച്ചിട്ടുണ്ട് നോക്കാം. 4, 5 ഇപ്പൊ നടന്ന കുറച്ച് മുമ്പ് നടന്ന എക്സാമിൽ വരെ ഇത് കാറ്ററ്റിനും അതുപോലെ സെറ്റിനും ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതൊക്കെ അത്രയും പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, തിബാക്കിന്റെ താരീഫാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര അൽ ഇബാറത്തു മിസാലുല്ലി. യുസ്ര അതുപോലെ ഉസ്ര രണ്ടും ഉണ്ട്. തിബാഖ് സെൽബ്. ഓക്കെ. യുരീദു ലാ യുരീദു അല്ലേ എന്ന് വന്നപ്പോ എന്തായി ഇവിടെ? അല്ല സാർ, അത് മുഖാബിലേക്ക് ഉദാഹരണമാണ്. നമ്മള് ഈ ഉദാഹരണവും ഈ ഉദാഹരണം ഒരു വിഷയം കേട്ടോ. അതിപ്പോ നമ്മള് പറഞ്ഞ ഉദാഹരണം മാറിപ്പോയതാണ്. അതായത് ഇപ്പൊ പറഞ്ഞ ഉദാഹരണം അതുപോലെ എന്തിനുള്ളതാണ്? തിബാക്കും മുക്കാബലയും ഏകദേശം പിന്നെ അതിന്റെ കൺസെപ്റ്റ് ഒരേപോലെ ആണെങ്കിലും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ ഒറ്റ കലിമത്തുണ്ടല്ലോ, മുഫ്രദായിട്ടുള്ള ഒറ്റ സാധനം നമ്മൾ ലിദ്ദായിട്ട് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, തിബാക്കായിട്ട് വരിക. പക്ഷെ 2 കാര്യങ്ങളോ 2-ലധികം കാര്യങ്ങളോ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതിന് നമ്മൾ എന്ത് പറയും? മുക്കാബല പഠിച്ചിട്ടില്ല. ഇവിടെ മാറിയതാണ്. എന്നുള്ളത് മുക്കാബലന്റെ ഉദാഹരണമാണ്. ഓക്കെ, ഓപ്ഷൻസ് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ മുക്കാബല എന്നുള്ള എന്താണ്? അതായത് 2 ആശയങ്ങൾ വരിക അല്ലെങ്കിൽ 2-ലധികം ആശയങ്ങൾ വരിക. പിന്നെ എന്ത് ചെയ്യുക? അതിന് മുക്കാബലയായിട്ട് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അതിന്റെ അതേ തർത്തീബിൽ എന്ത് ചെയ്യുക? അടുത്തൊരു സെന്റൻസ് വരിക. ആദ്യ ഒരു സെന്റൻസിൽ 2 കാര്യങ്ങൾ അല്ലെങ്കിൽ 2-ലധികം കാര്യങ്ങൾ, ഈ 2 കാര്യങ്ങളുടെയോ അല്ലെങ്കിൽ 2-ലധികം കാര്യങ്ങളുടെയോ അതേ തർത്തീബിൽ രണ്ടാമത്തെ സെന്റൻസിൽ അതിന്റെ ഓപ്പോസിറ്റ് വരുന്നതിനാണ് നമ്മൾ മുക്കാബല എന്ന് പറയുന്നത്. ഓക്കെ, ഏതുപോലെ ഇന്നക്കും എന്താ പറയാ, ലതുക്സിറൂന ഇൻദൽ ഫസഅ വതുഖില്ലൂന ഇൻദൽ ത്വമഅ. ഇതിന് കുറെ ആശയങ്ങൾ ഉണ്ട് കേട്ടോ. ഈ ഒരു ഹദീസിന് കുറെ ആശയങ്ങളുണ്ട്. അപ്പോ നല്ല ശാരീരികങ്ങൾ മുന്നോട്ട് വരി എന്താണെന്നുള്ളത്.
ആ മുക്കാബലയാണ്. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് ഇതിന് കുറെ പിന്നെ ഇത് ഷറഹുകൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവര് എന്താവും പേടിയുള്ള സമയത്ത് അവരപ്പോ അവർക്ക് ആളുകൾ വേണമെന്നുള്ള ഒരു കൺസെപ്റ്റ്, ആ ഒരു ഇതിന്റെ ഒരു രൂപമായിട്ട് ഞാൻ പറയുന്നത്. കുറെ രൂപത്തിൽ ഈ ഹദീസിന് അർത്ഥം വെക്കലുണ്ട്. ഒരു രൂപം പറയാം. ഇപ്പൊ നമുക്ക് എന്താണ്, ഇപ്പോ നമുക്കൊരു പിന്നെ കുറെ ആൾക്കാരെ നേരിടണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, പേടി ഉണ്ടാവും. അപ്പൊ പേടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആളുകളെ കൂട്ടാൻ ശ്രമിക്കും അല്ലെ. തുക്കിസിറൂന ഇന്ദൽ ഫസായ്. പക്ഷെ നമുക്ക് അവിടെ പോയാൽ നമ്മൾ എന്തായാലും വിജയം ഉണ്ടാവും എന്നൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് കിട്ടും, ഇപ്പൊ തുക്കല്ലൂന അവിടെ നമ്മുടെ എന്ത് കുറയും, ആളുകളുടെ എണ്ണം കുറയും. നമുക്ക് ഇത്ര ഇത് അതിനിപ്പോ കുറച്ച് ആൾക്കാർ പോയാൽ മതിയല്ലോ എന്നൊരു കൺസെപ്റ്റോ. ഇനി വേറെ അർത്ഥങ്ങളൊക്കെ ഉണ്ട് ഇതിന്. അതായത് നമുക്ക് പിന്നെ ഫസായിന്റെ സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങള് നമ്മൾ അപ്പൊ പേടിയും ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കുറെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, ഭാഗത്തുകൾ കുറയും. അങ്ങനെ അർത്ഥം, അങ്ങനെ കുറെ രൂപത്തിൽ അർത്ഥങ്ങളുണ്ട്. ഏതാ ഇവിടെ തുക്സിറൂന എന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തുക്കില്ലൂന എന്ന് വന്നു. ഫസായി എന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തൊമ എന്നും വന്നു. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്തു, അതിന്റെ അതേ തെർത്തീബ് അതേ ഓർഡറിലെ തുക്കിസിറൂൻ തുക്കില്ലൂൻ ഫസായി തൊമ അതിന്റെ അവരെ എന്താന്നുള്ളതും കൊടുത്തിട്ട് അതേ രൂപത്തിൽ എന്ത് ചെയ്തു, ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നു. അപ്പോ ഇത് നമ്മൾ എന്ത് പറയാം, മുക്കാബല എന്ന് പറയാം. ഓക്കെ, ഞാൻ അടുത്ത ഖാലിദ് ബിൻ സുഫ്വാൻ ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ ലൈസ ലഹു സ്വദീഖുൻ ഫിസിരി വല അദുവുൻ ഫിൽ അലാനിയത്തി. ഇത് മുക്കാബിലിന്റെ ഉദാഹരണമാണ്. അവൻക്കില്ല, അതായത് സ്വദീഖും ഫിസിരി രഹസ്യമായിട്ടൊരു കൂട്ടുകാരല്ല, വല അദുവുൻ. അപ്പൊ സ്വദീഖിന് നേരെ ഓപ്പോസിറ്റ് ആണ് വല അദുവുൻ. അദുവെന്ന് കൊടുത്തു. സിറിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഫിൽ അലാനിയത്തി എന്നും കൊടുത്തു. ഓക്കെ, അപ്പൊ ഇതെന്താണ് മുക്കാബിലിന്റെ ഉദാഹരണമാണ്. ഫല്യൽഹഖു ഖലീല വൽ യബ്കു കസീറ. ഇത് എന്തിനുള്ള ഉദാഹരണമാണ്? 2023 യൽഹഖു എന്നതിന്റെ ഓപ്പോസിറ്റ് യബ്കു, ഖലീല എന്നതിന്റെ ഓപ്പോസിറ്റ് കസീറ. അതേ തർത്തീബിൽ വന്നു. മുക്കാബിലിന്റെ ഉദാഹരണമാണ്. മിനിറ്റ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ മുഹസ്സനാത്തുൽ മഅനവിയയില് നമ്മളിപ്പോ ഏതൊക്കെ ചർച്ച ചെയ്തു? മുക്കാബല ചർച്ച ചെയ്തു, തൗരിയത്ത് ചർച്ച ചെയ്തു, തിബാക്ക്. തിബാക്ക് ചർച്ച ചെയ്തു. ഈ മൂന്നെണ്ണാണ് പ്രധാനമായിട്ടും നമുക്ക് എക്സാമിനൊക്കെ കാണാറുള്ളത്. ക്ലാഷ് ആയതുകൊണ്ട് നമ്മൾ പ്രധാനപ്പെട്ട ഉൾപ്പെടുത്തിയതാണ്. അപ്പോ ഇത്രയും കാര്യങ്ങള് തെറ്റിക്കരുത്. നിങ്ങൾ സ്പോട്ട് തന്നെ തെറ്റിച്ചതാണ്. അപ്പോ ഇനി എന്ത് ചെയ്ത് ക്ലിയർ ആക്കണം. ഈ PDF നോക്കണം. പിന്നെ ഇൻഷാ അല്ലാഹ്. സാറേ മുക്കാബലയുടെ താരീഖ് ഒന്നുകൂടെ കാണിക്കാമോ? മുക്കാബലയുടെ താരീഫ് ഞാൻ പറഞ്ഞാൽ മതി. ഞാൻ സ്ക്രീനൊക്കെ ഷെയർ ചെയ്ത് ഓഫാക്കി. ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് അത് നോട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഷെയർ ചെയ്യും, PDF ഷെയർ ചെയ്യും. ഓക്കെ, മുക്കാബല എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ രണ്ടിലധികം കാര്യങ്ങൾ എന്ത് ചെയ്യാ, ഓപ്പോസിറ്റ് ആയിട്ട് ഉപയോഗിക്കുക. ഏതുപോലെ നമ്മളിപ്പോ തുക്കിസിറൂന തുക്കില്ലൂന, തൊമഇ അതുപോലെ ഫസായി എന്ന് പറഞ്ഞല്ലോ. അത് രണ്ട് കാര്യങ്ങളല്ലേ. അതേപോലെ പിന്നെ അവരെന്ത് ചെയ്യും, യൽഹഖു കലീല, നിങ്ങൾ കുറഞ്ഞു ചിരിക്കുക. പിന്നെ എന്താണ്, യബ്കു കസീറ എന്നല്ലേ. അപ്പൊ അവിടെ എന്ത് ചെയ്യും, യൽഹഖു ഓപ്പോസിറ്റ് യബ്കു. അതുപോലെ പിന്നെ ഇത് വന്നല്ലോ, കലിയന്റെ ഓപ്പോസിറ്റ് കസീർ. ഇങ്ങനെ രണ്ട് കാര്യങ്ങള്. പക്ഷെ മുഫ്രദായിട്ടുള്ള ഒറ്റ കാര്യമാണ് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരിക എന്നുണ്ടെങ്കിൽ അതെന്താണ്, അത് തിബാക്കാണ്. തിബാക്ക് മുക്കാബിലുള്ള വ്യത്യാസം അതാണ്. തിബാക്കൽ ഒരു മുഫ്രദായിട്ടുള്ള, അപ്പൊ യസ്തഖ്ഫൂൻ ലാ യസ്തഖ്ഫൂൻ, ഐക്കാല് റുക്കൂദ്, മനസ്സിലായോ, ഖുഊദ് അതുപോലെ ഖിയാമ്, ഇങ്ങനെ വരുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, തിബാക്ക് എന്ന് പറയാം. പക്ഷെ രണ്ട് കാര്യങ്ങളോ രണ്ടിലധികം കാര്യങ്ങളോ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, അതിന് മുക്കാബല എന്ന് പറയും. ഓക്കെ, അതാണ് മുഹസ്സനാത്തുൽ ലഫ്ലിയയും മാനയും. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാണ്, ശ്രദ്ധിക്കേണ്ടത് ഓരോന്നിന്റെയും താരീഫ് അറിഞ്ഞിരിക്കണം. അതേപോലെ ഓരോന്നിന്റെയും പിന്നെ ഉദാഹരണങ്ങൾ അറിഞ്ഞിരിക്കണം. മൂന്നാമത്തത് ഓരോന്നിലും ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ എന്താന്നുള്ള ഐഡിയ വേണം. മുഹസ്സനാത്തുൽ ലഫ്ലിയൽ എന്താണ്, മാനവിയിൽ എന്താണ്, ഇൽമുൽ ബദീൽ എന്താണ്, ഇൽമുൽ ബയാനിൽ എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഷറക്ക. ഈ നമ്മളിപ്പോ ചർച്ച ചെയ്ത ക്വസ്റ്റ്യൻസ് ആ രൂപത്തിലൊക്കെ തന്നെ ആയിരിക്കും എക്സാമിന് ഉണ്ടാവുക. കാരണം നെറ്റിന് വരെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവാറുള്ളത്. അപ്പൊ കേട്ടിട്ട് എന്തായാലും ഓക്കെ.
ഇൻഷാല്ലാ. പിന്നെ കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ PM-ലോ ചോദിക്കാം. ടൈമിനനുസരിച്ച് റിപ്ലൈ തരും. പിന്നെ ആ ബലാത്തുൽ വാദിയയുടെ ആ ഒരു നോട്ട് ആവശ്യമുള്ളവർ മെസ്സേജ് അയച്ചാൽ എന്ത് ചെയ്യാം, അയച്ചുതരാം. ഓക്കെ ഇൻഷാല്ലാ. അഞ്ജു സാർ ഉണ്ടോ? അസ്സലാമു അലൈക്കും സാറേ. മനോഹരമായിക്കൊണ്ട് ഞാൻ ക്ലാസ് കേൾക്കുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട്. വളരെ വലിയൊരു ഏരിയ ആണ്.